അത് മാത്രം കൊണ്ട് അവൻ വിജയിക്കും. അത് മാത്രം വേറെ ഒന്നും നമ്മളെ സ്വാമി സ്വാമി വിവേകാനന്ദ ചിക്കാഗോയിൽ പോയി
ഹലോ, ഗുഡ് ഈവനിങ്. സോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പറയാം. കേൾക്കാം സർ. സോ നമ്മൾ 7 തുടങ്ങും. ജസ്റ്റ് ഓൺ ടൈം. Alright. Again, good evening. Thanks for being here. നമ്മുടെ മെയിൻസ് ക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് ഓറിയൻറ്റേഷൻ സെഷനാണ്. ആൻഡ് അടുത്ത 2-3 ദിവസങ്ങളായിട്ട് 2 സെഷൻസ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ടുഡേ ഇസ് ജസ്റ്റ് ആൻ ഓറിയൻറ്റേഷൻ. മോസ്റ്റ് ഓഫ് യു ആർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ് പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. സോ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യമാണ്, അതിനുള്ള ആൻസറാണ് മെയിൻസ് ക്രാഫ്റ്റ്. സോ ഇന്ന് ഓറിയൻറ്റേഷൻ സെഷനിലൂടെ ബ്രോഡ്ലി മ്യൂട്ട് ചെയ്യണേ, നല്ലൊരു സൗണ്ട് ഓണാണ്. സോ ആ ഒരു നമ്മുടെ ഒരു പ്രിലിംസ് കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തെ ഒരു ചോദ്യത്തിനൊരു ഉത്തരവാണ് മെയിൻസ് ക്രാഫ്റ്റ്. ആ രീതിയിലാണ് ഞാൻ അതിനെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്, അങ്ങനെ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ഞാനും എൻ്റെ ഒരു പ്രൊഫൈൽ പറയാനുണ്ട്. നിങ്ങൾക്ക് പലർക്കും എന്നെ അറിയാവുന്ന തന്നെയാണ്. ബട്ട് ദെൻ ഞാൻ 2019 ഇൻ്റർവ്യൂ പോയ ഒരു സിവിൽ സർവീസ് കാൻഡിഡേറ്റ് ആണ്, സ്റ്റിൽ ഒരു ആസ്പിറൻ്റ് ആണ്. ആൻഡ് ഐ എം ഫാക്കൽറ്റി അറ്റ് സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി. സോ ബൈ ദാറ്റ് ടൈം അങ്ങനെ തന്നെയാണ് പലരും എന്നെ അറിയുന്നത്. സോ ഗുഡ് ടു ബി നോൺ ദാറ്റ് വേ. ആൻഡ് ദെൻ കമ്മിങ് ബാക്ക് ടു മെയിൻസ് ക്രാഫ്റ്റ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് എനിക്ക് മെയിൻസ് ക്രാഫ്റ്റ് എന്നുള്ളൊരു ഐഡിയയിലേക്ക് വരുന്നത്. ബിക്കോസ് ഞാൻ ഫസ്റ്റ് മെയിൻസ് എഴുതുന്നത് തേർഡ് അറ്റംപ്റ്റിലാണ്. ബിഫോർ ദാറ്റ് 2 attempts I couldn't get through prelims. And something I realized in that time is that when I got through the third prelims and I was writing my first mains in my third attempt, something I realized is that കഴിഞ്ഞ 2 അറ്റംപ്റ്റുകളിലും പ്രിലിംസ് ഫെയിൽ ആയപ്പോൾ ഐ വാസ് നോട്ട് സീരിയസ് അബൌട്ട് മെയിൻസ്. എൻ്റെ ഭയങ്കരമായിട്ട് ഒബ്സഷൻ എങ്ങനെയും പ്രിലിംസ് പാസ്സാകണം, പ്രിലിംസിന് വേണ്ടിയുള്ള ഒരു പഠനമായിരുന്നു. പക്ഷെ ആ സമയത്ത് മെയിൻസിന് വേണ്ടത്ര ഒരു സിഗ്നിഫിക്കൻസ് കൊടുക്കാനോ ആൻസർ റൈറ്റിംഗ് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യാനോ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് മെയിൻസ് എഴുതുമ്പോൾ ഐ ഹാഡ് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് ടു ഫേസ്. ഒരു 3 മാസത്തെ സമയമാണ് നമുക്കുള്ളത്, എല്ലാവർക്കും അറിയാം. സോ ഈ ഒരു സമയത്ത് ഭയങ്കര ചേണിങ് ആയിരുന്നു. ലൈക്ക് നോട്ട്സ് റെഡി ആയില്ല, ആൻസർ റൈറ്റിംഗ് പലപ്പോഴും UPSC ഫ്രണ്ട്ലി അല്ല, UPSC രീതിയിലല്ല, അങ്ങനെ കുറേ കൺഫ്യൂഷൻസ്, കുറേ സങ്കടങ്ങൾ. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റ് ആദ്യം തന്നെ വേസ്റ്റ് ആയിട്ട് ഫസ്റ്റ് മെയിൻസ് ലൈക്ക് കംപ്ലീറ്റ് ഡിസാസ്റ്റർ ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഫാക്ടേഴ്സ്. അപ്പോൾ ലാസ്റ്റ് ഒന്നും റിവിഷൻ ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് മെയിൻസ് ഓപ്ഷൻ അടിക്കാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഓപ്ഷൻ അടിക്കാൻ 5 ദിവസമുണ്ട്. 5 ദിവസം എന്താ റിവിഷൻ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല, ബിക്കോസ് ലോട്ട് ഓഫ് ബുക്സ് ആർ ദേർ വാട്ട് ടു റീഡ് എന്നൊരു സിറ്റുവേഷൻ ഒക്കെ. സോ ദാറ്റ്സ് ഹൗ ഐ അണ്ടർസ്റ്റുഡ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമുക്ക് പലപ്പോഴും നമുക്ക് പ്രിലിംസ് കയറാത്തപ്പോൾ നമുക്ക് പ്രിലിംസിനെ കുറിച്ച് പേടിയുണ്ട്, ഒരു പ്രിലിംസ് മാനിയുണ്ട്, ജസ്റ്റിഫൈബിളി സോ. പക്ഷേ അതിൻ്റെ ഒരു റിയാലിറ്റി പലപ്പോഴും അങ്ങനെയല്ല. നമ്മൾ ഈ എക്സാം പഠിക്കുന്നത് പ്രിലിംസിന് വേണ്ടിയല്ല, മെയിൻസ് എഴുതി നല്ല മാർക്ക് മേടിച്ച് റാങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഒരു ടോപ്പ് 10 ടോപ്പ് 20 വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് മെയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ മെയിൻസിന് ആവശ്യത്തിനുള്ള ഒരു സിഗ്നിഫിക്കൻസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ദെൻ വാട്ട് യു ക്യാൻ സേ നമ്മുടെ പ്രിപ്പറേഷൻ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ആ ഒരു പൂർണ്ണത എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഈ പ്രിലിംസിനും അടുത്ത മെയിൻസിനും, അടുത്ത ഒരു പ്രിലിംസ് കഴിഞ്ഞിട്ട് അടുത്ത പ്രിലിംസിന് ഇടയ്ക്കുള്ള ഈ സമയം നമ്മൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവം. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് മെയിൻസ് ക്രാഫ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് മൈ ഇൻട്രൊഡക്ടറി തിങ് അബൌട്ട് ഇറ്റ്. ഒരു കുറച്ചൊരു ഇഷ്യൂസ് വന്ന് ഫേസ് ചെയ്തു, ബിക്കോസ് ഞാൻ മെയിൽ അയച്ചായിരുന്നു പലർക്കും. മെയിൽ ആയിട്ടാണ് നമ്മൾ സൂം ലിങ്ക് കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ എനിക്കൊന്ന് ഇപ്പോഴാണ് ഡെലിവർ ആയി തുടങ്ങിയ മെയിൽ. ഞാൻ 6 o'clock അയച്ചതാണ്. സോ എനിക്ക് ആയിരുന്നു ലൈക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും മാസ് സ്കെയിലുള്ള മെയിൽ അയക്കുന്നത്. സോ സം ഇഷ്യൂസ്, അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത്. സോ നിങ്ങളുടെ ആരുടെയും ഫ്രണ്ട്സ് ഇതുവരെ മെയിൽ കണ്ടിട്ടില്ലെങ്കിലോ ലിങ്ക് കണ്ടിട്ടില്ലെങ്കിലോ ഒന്ന് അറിയിക്കുക. നമ്മളൊന്നൊരു അരമണിക്കൂർ ടോക്കും പിന്നെ ഒരു Q&A സെഷൻ എന്നുള്ള രീതിയിലാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ പോസ്റ്ററിൽ പറഞ്ഞായിരുന്നു. ഇനി നാളെ ആണെങ്കിലാണ് നമുക്ക് രേഷ്മ മാമുമായിട്ടുള്ള ഇന്ററാക്ഷൻ വരുന്നത്, എസ് എ സ്ട്രാറ്റജി ആൻഡ് അഗെയിൻ ജനറൽ Q&A. ഇങ്ങനെയായിരിക്കും നമ്മുടെ 2 ദിവസത്തെ പ്രോഗ്രാം. ആൻഡ് ഓൾസോ വിൽ ഹാവ് എസ് എ ക്വസ്റ്റ്യൻ വിച്ച് യു ക്യാൻ ഓൾ അറ്റൻഡ്. ഇങ്ങനെയാണ് മെയിൻസ് ക്ലാസിന്റെ ഓപ്പൺ സെഷൻസ് നമ്മൾ പ്ലാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, സോ ഇപ്പോൾ നമുക്ക് ഓറിയന്റേഷനിലേക്ക് കടക്കാം. Alright, I hope you can see the screen sharing, right?
സോ ഫിലോസഫി നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. ടിപ്പിക്കൽ ഇഷ്യൂസ് ഫേസ്ഡ് ഇൻ പ്രിപ്പറേഷൻ. നമുക്ക് പല തരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് പ്രിപ്പറേഷന് ഫേസ് ചെയ്യാൻ പറ്റും. ആരെങ്കിലും ഒന്ന് പറയാമോ? ജസ്റ്റ് ടു കൺവേ ദി ഐഡിയാസ്. എന്തൊക്കെയാണ് നിങ്ങൾ പൊതുവെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഈ ഒരു സ്റ്റേജിൽ? പറഞ്ഞു. വോളണ്ടറി ചെയ്യാൻ ആരുമില്ല. ആൻസർ റൈറ്റിംഗ് ഒരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട് സാർ. ആൻസർ റൈറ്റിംഗ് ഒരു പ്രശ്നമാണ്. പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നമ്മൾ ആദ്യം എഴുതുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ഇതൊന്ന് ഫ്രെയിം ചെയ്ത് വരണം എന്നുള്ളത് ഒരു ഭയങ്കര ഡിഫിക്കൽട്ടി ആണ് അല്ലേ? ഒന്നുകൂടെ പറയാമോ? ക്യാൻ യു റിപ്പീറ്റ്? സാർ ഒരു ആൻസർ എഴുതാൻ നോക്കുമ്പോഴത്തേക്കും ഒരു എന്തായാലും 20 മിനിറ്റിൽ കൂടുതലെങ്കിൽ സമയം എടുക്കും അല്ലേ? ഐ ക്യാൻ ടോട്ടലി റിലേറ്റ് വിത്ത് ദാറ്റ്. ഫസ്റ്റ് ടൈം ഒക്കെ ഞാൻ മെയിൻസ് ആൻസർ റൈറ്റ് ചെയ്യാത്തപ്പോഴത്തേനും എനിക്കൊരു 20 മിനിറ്റ് 30 മിനിറ്റ് തന്നാലും ഒരു ബെറ്റർ ആൻസറിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അതൊരു ഭയങ്കര സംഭവമാണ്. ആസ് ഇൻ ടൈം ആൻഡ് കണ്ടന്റ് എങ്ങനെ യൂസ് ചെയ്യണം നമുക്കൊരു കൃത്യമായിട്ടൊരു ഐഡിയ കാണണം എന്നില്ല. അതൊരു വലിയ ഇഷ്യൂ ആണ്. യെസ്, വേറെന്താണുള്ളത്? കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുണ്ട് സാർ ഒരു ഇഷ്യൂ പ്രിപ്പറേഷനിലല്ലേ? അതെ, ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആ സ്ട്രെച്ചിൽ അങ്ങനെ പോകൂല, സ്പീഡ് പഴയതുപോലെ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. മനസ്സിലായി. ഇപ്പൊ നമുക്കൊരു ഫാമിലി ഫംഗ്ഷൻ വന്നു, നമ്മൾ കല്യാണത്തിന് പോകേണ്ടി വന്നു, പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമുക്ക് 3-4 ദിവസം ഭയങ്കരമായിട്ട് പ്രിപ്പറേഷൻ നഷ്ടപ്പെട്ടു അല്ലെ? ഓൺ ദ ലീസ് സൈഡ്. ടോട്ടൽ റിലേറ്റബിൾ. സോ അങ്ങനെ അനദർ ഇഷ്യൂ ആണ്, നമുക്ക് അഡ്രസ് ചെയ്യാം. വേറെന്താണുള്ളത്? ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു. എല്ലാവർക്കും ഈ ഇഷ്യൂ ഒക്കെ പലർക്കും ഉള്ളതായിരിക്കും. നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. സാർ ഒരു സെക്ഷൻ നമ്മളൊരു ടോപ്പിക് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ടോപ്പിക് ആയിരിക്കും ഒരു ഫുൾ ഡേ കവർ ചെയ്യാൻ പറ്റുന്നത്. വളരെ കുറച്ച് മാത്രമാണ് നമുക്ക്. അപ്പൊ സിലബസിന്റെ വാസ്റ്റ്നെസ്സും കവർ ചെയ്യുന്ന ടോപ്പിക്കും തമ്മിൽ ഭയങ്കര ഡിസ്പാരിറ്റി ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ മിഥുൻ, യെസ് അല്ലേ? നമ്മളൊരു സ്നെയിൽ പേസിലാണ് നമ്മൾ പലപ്പോഴും മൂവ് ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരു നോട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ മേ ബി നമ്മൾ ഒരു ദിവസം ഒരു 5-6 നോട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മൊത്തത്തിൽ ചിലപ്പോൾ ഒരു നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ എടുത്തു വന്നിരിക്കും, സെർച്ച് ചെയ്തും ഒക്കെ വരുമ്പോഴത്തേക്കും. ട്രൂ ദാറ്റ്. വേറെന്താണുള്ളത്? ശ്രുതി പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഒരു വലിയ ഇഷ്യൂ ആണ് പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ. വേറെ എന്താ? ഇപ്പൊ ഇന്ന് പഠിച്ചതുപോലെ നാളെ പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 2-3 ദിവസത്തേക്ക് ഭയങ്കര ഡെസ്പ് ആയിരിക്കും. അയ്യോ എനിക്ക് എന്താ അങ്ങനെ ആ ഫുൾ സ്ട്രെച്ച് വരാൻ പറ്റാത്തത്, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. കൺസിസ്റ്റൻസി ഒരു ഇഷ്യൂ ആണ്. എനിക്ക് കൺസിസ്റ്റൻസിന്റെ കണ്ടിന്യൂറ്റിയുടെ ഇഷ്യൂ കൈൻഡ് ഓഫ് സിമിലർ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. നമുക്ക് പലർക്കും ഒരു വലിയ ഹേർഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് പലപ്പോഴും മോട്ടിവേഷന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമുക്ക് നമ്മുടെ ബാക്കി ഫങ്ഷൻസ്, ചിലർ വർക്ക് ചെയ്യുന്നവരാണ്, അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ട്രൂ ദാറ്റ്. വെരി ഇഷ്യൂ, ബിഗ് ഇഷ്യൂ. ഓക്കെ, റാം ഈസ് സേയിങ് ലാക്ക് ഓഫ് ഗൈഡൻസ്. I agree with that. Even I faced that for some steps once. I feel it. നമുക്ക് ക്ലാസ് ലെക്ചറിനേക്കാൾ ഉപരി പലപ്പോഴും നമുക്ക് ഗൈഡൻസ് ആണ്. ലൈക്ക് എങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം 10-12 ഒരു ബുക്ക് വായിക്കാൻ നമുക്ക് ലെക്ചറിന്റെ വലിയ ആവശ്യമില്ല. പക്ഷെ അതെങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ടഫ്നെസ് ഫീൽ ചെയ്യുന്നത്. ട്രൂ ദാറ്റ്. How to study and when to study. Same thing. I think it's a continuation of ആ ഒരു ഗൈഡൻസും ആ ഒരു കറക്റ്റ് ആപ്റ്റിറ്റ്യൂഡും തരിക എന്നുള്ള കാര്യം. നമുക്ക് ഇത്രയൊരു ഡൗട്ട്സ് എടുക്കാം. ഓക്കെ, ഇതെല്ലാം കോമൺ ആയിട്ട് ഉള്ളൊരു പ്രശ്നമാണ്. പലപ്പോഴും നിങ്ങൾ തന്നെ ഇരുന്നൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക എനിക്ക് മാത്രമാണ് ഇഷ്യൂ വരുന്നത്. ലൈക്ക് എത്ര പഠിച്ചിട്ടും തീരുന്നില്ല, പഠിക്കുന്ന ഓർമ്മ കിട്ടുന്നില്ല. ഈ ഇഷ്യൂ ഒരാൾക്കുള്ളതല്ല. ഈ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് നമ്മൾ വരുമ്പോൾ ബിഗിനേഴ്സിന് മൊത്തത്തിലുള്ള ഒരു ഇഷ്യൂ ആണ്. പിന്നെ അതുപോലെ എൻ്റെ അടുത്ത് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കണ്ടന്റ് ഒബ്സഷൻ ഭയങ്കര കൂടുതലാണ് നമ്മുടെ ഇടയ്ക്ക്. അത് ഒബ്സഷൻ ആണെന്ന് നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അത് ആ രീതിയിലാണ് കണ്ടന്റിനെ കുറിച്ചുള്ള നമുക്കുള്ള ഒരു വ്യഗ്രത ഉള്ളത്. ബിക്കോസ് ലോട്ട് ഓഫ് സോഴ്സസ് ആർ ദെയർ. ഇപ്പൊ ഞാൻ ന്യൂസ് കമന്ററിയിലാണെങ്കിൽ ചെയ്യുന്നതാണ് പരമാവധി ആ കണ്ടന്റ് കുറയ്ക്കാനാണ്. മ്യൂട്ട് ചെയ്തൊന്ന് വെക്കണേ ഇഫ് യു ആർ നോട്ട് സ്പീക്കിംഗ്. റൈറ്റ്. അപ്പോൾ ആ ഒരു കണ്ടന്റ് ഒബ്സഷൻ ഉണ്ട്. അത് ഞാൻ അവിടെ ഡെലിബറേറ്റ് ഇട്ടാണ്, ആരും പറഞ്ഞില്ല. പക്ഷെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് ആ നോട്ട് മേക്കിങ്ങിന്റെ ഒക്കെ ഒരാൾ പറഞ്ഞായിരുന്നല്ലോ, വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്.
അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടന്റിനെ കുറിച്ച് ഒബ്സസ്ഡ് ആണ്, ആൻസർ റൈറ്റിങ്ങിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ വേണ്ടത്ര ഡ്യൂ ഡിലിജൻസ് കൊടുക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ടിപ്പിക്കലി ഒരു ആസ്പിറന്റ് ലൈഫിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്. ലൈക്ക് അപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് നമ്മൾ ഫിലോസഫി ഓഫ് മെയിൻ സ്ട്രാപ്പ് എടുത്തിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഒരു ക്ലാസ് റൂം ലെക്ചറിലൂടെ നമ്മുടെ ഈ പല ഇഷ്യൂസും സോൾവ് ആകത്തില്ല. നമുക്കിതെല്ലാം പലപ്പോഴും അൺആൻസേർഡ് ആയിരിക്കും, പലപ്പോഴും ഒരു സെമി ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടും. ബട്ട് സ്റ്റിൽ യുനോ പ്രിലിംസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ ഈ ഒരു പല ഇഷ്യൂസും കൂടെ കൾമിനേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. ഒന്ന് സിലബസ് കവറേജിലും ഒന്ന് ആൻസർ റൈറ്റിംഗ്. സോ നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ ആൻസർ റൈറ്റിംഗ് ഫസ്റ്റ് തിങ് ഓക്കെ. കണ്ടിന്യൂറ്റിയും നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ആൻസർ എഴുതി അടുത്ത ദിവസം ആൻസർ എഴുതിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആൻസർ എഴുതുന്നില്ലെങ്കിൽ നമ്മുടെ ആൻസർ റൈറ്റിംഗ് ഇമ്പ്രൂവ് ആകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ സിലബസ് കവറേജ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഇഫ് യു ആർ മൂവിങ് ഇൻ എ വെരി സ്ലോ സ്പേസ്, വാട്ട് വി ഗോ ടു റിയലൈസ് ഈസ് ദാറ്റ് നമ്മൾ ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോഴും നമ്മുടെ നോട്ട്സ് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് എത്തുന്നില്ല. ഓക്കെ, നമ്മുടെ NCERTs ഫ്രണ്ടിലോട്ട് പോകുന്നില്ല. സിലബസ് കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി വന്നാലും നമുക്ക് എന്താണ് ആ ഒരു പ്രിപ്പറേഷനിൽ ഒരു പീസ് ഓഫ് മൈൻഡോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരും. ഇനി കണ്ടന്റ് ഒബ്സഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ടന്റ് ഒബ്സഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ റൈറ്റിംഗ് നമ്മൾ പലപ്പോഴും ബലികരിക്കും. ഓക്കെ, ആൻസർ റൈറ്റിംഗ് ലേറ്റർ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ആൻസർ റൈറ്റിംഗ് ചെയ്താൽ മതി എന്നൊരു ഒരു തോട്ടിലേക്ക് നമ്മൾ പോകാൻ ചാൻസ് ഉണ്ട്. റൈറ്റ്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഐ വുഡ് സേ പ്രോപ്പർ ഗൈഡൻസിന്റെ ലാക്ക് ഓഫ് പ്രോപ്പർ ഗൈഡൻസിന്റെ ഒരു ഇഷ്യൂ ആണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ക്ലാസ് റൂം പ്രോഗ്രാം ഇരിക്കുമ്പോൾ നമുക്ക് കണ്ടന്റ് ഒബ്സഷൻ ഉള്ളതുകൊണ്ട് വി ട്രൈ ടു ടെൻ ടു മൂവ് ഇൻ ദാറ്റ് ഡയറക്ഷൻ. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ ഫസ്റ്റ് ഒക്കെ കുറെ പേര് എഴുതും. ദെൻ ഇൻ ദ ലേറ്റർ ഡേയ്സ് അറ്റൻഡൻസ് ഇൻ ടെസ്റ്റ് ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ടു കം ഡൗൺ. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം അതാണ് എൻ്റെ ഫിലോസഫി. ലൈക്ക് അതർ ദാൻ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചുള്ള ഒരു കണ്ടന്റ് ഒബ്സസ്ഡ് ആയിട്ട് പോകുന്നേക്കാളും വി ഹാവ് ടു റിയലി റീഓറിയന്റ് അവർ പ്രിപ്പറേഷൻ. വി ഹാവ് ടു ഫിനിഷ് അവർ കണ്ടന്റ്. വി ഹാവ് ടു go through our content in a proper way within next 2.5 months, and then we have to practice answer writing in a way that we are mains ready before prelims. This is something very important. We need to be mains ready before the prelims preparation start. അപ്പോൾ നമുക്കറിയാം ഒരു പ്രിലിംസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾ ഒരു 3-4 മാസം മുമ്പ് പ്രിലിംസ് എക്സ്ക്ലൂസീവ് മൂഡിലേക്ക് പോകും. നമുക്കിപ്പോൾ ഈ വർഷത്തേക്ക് ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സും അതുപോലെ പ്രിലിംസ് ക്ലിയർ ആകാത്ത സെക്കൻഡ് അറ്റംപ്റ്റേഴ്സും യു ഷുഡ് ബി സ്റ്റാർട്ടിങ് ഫ്രം ഫെബ്രുവരി മിഡ് ഫെബ്രുവരി സംവെയർ പ്രിലിംസ് മാത്രമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പുള്ളൊരു സമയമാണ് നമുക്കുള്ളത്. റൈറ്റ്. ഇഫ് യു ആർ ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും. ബട്ട് ഇഫ് യു ആർ സെക്കൻഡ് ആൻഡ് തേർഡ് അറ്റംപ്റ്റ് നിങ്ങൾക്ക് സമയമുണ്ട്. ആൻഡ് വാട്ട് യു ഹാവ് ടു റിയലി ഡു ഇസ് ദാറ്റ് അടുത്തൊരു പ്രിലിംസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രിലിംസിന്റെ എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ മെയിൻസിനെ കുറിച്ച് റെഡി ആയിരിക്കും. മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് ബേസിക് കാര്യങ്ങൾ കവേർഡ് ആകണം. സിലബസ് ഫുള്ളി ഡെപ്ത് കുറവാണെങ്കിലും വിഡ്ത്ത് വൈസ് സിലബസിലെ എല്ലാ എലമെന്റ്സും കവേർഡ് ആയിരിക്കും. ഈ 2 കാര്യങ്ങൾ എയിം ചെയ്യാനാണ് നമ്മൾ മെയിൻസ് ക്രാഫ്റ്റിലൂടെ ശ്രദ്ധിക്കുക. ഇത് എപ്പോഴും നെസസറിയാണ്. നമുക്ക് ആകെ 3 മാസമാണ് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിന് സമയമുള്ളത്. അപ്പോൾ ആ 3 മാസത്തിനകത്ത് നമുക്ക് മെയിൻസ് പഠിച്ചു തീർക്കുക എന്നുള്ളത് പറ്റുന്ന കാര്യമല്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ ആസ്പിറൻസ് ഡു ദിസ്. ഈവൻ ഐ മൈസെൽഫ് ഡിഡ് ദാറ്റ്. മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് ഡിഡ് ദിസ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്ന ആസ്പിറൻസോട് ചോദിക്കുകയാണെങ്കിൽ അവിടെയാണ് ഡിഫറൻസ്. അവർ പ്രിലിംസിന്റെ എക്സ്ക്ലൂസീവിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഓപ്ഷനും അവരുടെ മെയിൻസും ഏകദേശം അല്ലെങ്കിൽ GSും ഏകദേശം അവർ കവേർഡ് ആയിട്ട് കാണും. നോട്ട്സ് വൈസും ആൻസർ റൈറ്റിംഗ് ബേസിക് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. കോംപ്ലക്സ് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് ലേറ്റർ നമുക്ക് ചെയ്യാം. പ്രിലിംസ് കഴിഞ്ഞിട്ട് ടൈം മാനേജ്മെന്റ് നമുക്ക് പ്രിലിംസ് കഴിഞ്ഞിട്ട് 3 മാസം കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എങ്ങനെ ഒരു ആൻസർ ഫ്രെയിം ചെയ്യാം, എന്താണ് UPSC ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആൻസർ റൈറ്റിംഗ് സ്റ്റൈൽ, ഇങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ ഇപ്പോഴേ റെഡി ആയിരിക്കും. റൈറ്റ്. അപ്പോൾ അതാണ് അഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഫിലോസഫി ഓഫ് മെയിൻസ് ക്രാഫ്റ്റ് ഇസ് ബേസിക്കലി യു ഹാവ് ടു ബി മെയിൻസ് റെഡി ബിഫോർ പ്രിലിംസ്. അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അത് നമ്മൾ ചെയ്തിരിക്കണം. ഇതാണ് ഞാൻ ബേസിക്കലി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ലൈക്ക് നമ്മൾ 2.5 months ഉണ്ട്. ജനുവരി ലാസ്റ്റോടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ സിലബസിൽ അൺടച്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ പാടില്ല. മേ ബി സം സബ് ടോപ്പിക്സ് വി ഡസൻ നോ, നമുക്ക് സമയം കിട്ടില്ല, ദാറ്റ്സ് ഫൈൻ. പക്ഷേ സിലബസിൽ ടച്ച് ചെയ്യാത്തൊരു ടോപ്പിക്ക് കാണരുത്. ഏത് ടോപ്പിക് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു 1.5 page എഴുതാനുള്ള കണ്ടന്റ് വേണം. ദാറ്റ്സ് വാട്ട് വി ആർ എയിമിംഗ് ഫോർ. അത് ഏതൊരു ആസ്പിറന്റിനും ഇഫ് യു ആർ സീരിയസ് അബൌട്ട് ദിസ് എക്സാം ഇസ് വെരി നെസസറി ടു ഹാവ് ദാറ്റ് മച്ച് ഓഫ് പ്രിപ്പറേഷൻ. Okay. Now what I would say is that we have to really take a glance at UPSC syllabus. നമ്മൾ ഇതിന് മെയിൻസിലേക്ക് വരികയാണ്. ഓക്കെ, സ്പെസിഫിക്കലി മെയിൻസ് ഫിലോസഫീസ് ഒക്കെ നിൽക്കട്ടെ. വി ലുക്ക് അറ്റ് മെയിൻസ്. എന്താണ് മെയിൻസിന്റെ ഒരു ഡിമാൻഡ്? നിങ്ങൾ ആരെങ്കിലും UPSCയുടെ നോട്ടിഫിക്കേഷൻ വായിച്ചിട്ടുണ്ടോ മെയിൻസിനെ കുറിച്ച്? നമ്മൾ പറഞ്ഞു കേട്ടുള്ള അറിവല്ലാതെ നേരിട്ടുള്ള അറിവുണ്ടോ? Okay, so Hari has read that. Very good.
സോ ഇതാണ് നമ്മൾ UPSC മെയിൻസിനെ കുറിച്ച് UPSCയുടെ നോട്ടിഫിക്കേഷൻ UPSC പറഞ്ഞായിരുന്നു. നമ്മൾ വായിച്ചിരിക്കട്ടെ, നമുക്ക് മനസ്സിലാകേണ്ട ബേസിക് കാര്യങ്ങളാണ്. ഇനിഷ്യലി എസ്പെഷ്യലി നമ്മൾ തുടക്കത്തിൽ സമയത്തായിരിക്കും. സോ ലെറ്റ്സ് ജസ്റ്റ് ഗോ ത്രൂ ദീസ്. ഓക്കെ, നോക്കുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആണ്. എന്താണ് UPSCയുടെ ഡിമാൻഡ് ആണ്? വാട്ട് ഈസ് UPSC എക്സ്പെക്ടേഷൻ ഫ്രം എ മെയിൻസ് റൈറ്റിംഗ് കാൻഡിഡേറ്റ്? റൈറ്റ്, പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് എഴുതാൻ പോവാണ്. വാട്ട് ദേ ആർ എക്സ്പെക്ടിങ്? Overall intellectual traits and depth of understanding of candidates other than merely the range of information and memory. So ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഒരു അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ UPSC എക്സ്പെക്ട് ചെയ്യുന്നത്. I'm sorry, I muted you. Alright. Yeah, so ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കുറേ കാര്യങ്ങൾ കാണാപ്പാടം പഠിക്കുക എന്നുള്ളതല്ല, എത്രത്തോളം ഫാക്ട്സ് അറിയുക എന്നുള്ളതല്ല, നമുക്കൊരു അനലിറ്റിക്കലായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് UPSC പറയുന്നത്. ഡെപ്തിൽ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കാര്യം. Then we go on. Without any specialized study, a well-educated person will be able to answer them without specialized study. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് പലപ്പോഴും എന്താണ്, നമ്മുടെ കണ്ടന്റ് ഒബ്സഷൻ ഉള്ള ഒരു ആൻസറാണ്. നമ്മളൊരു എക്സ്പേർട്ടിനെ അല്ല UPSC ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെഗസസ് ഇഷ്യൂ എടുക്കുക, പെഗസസിനെ കുറിച്ച് ഒരു 100 പേജ് എഴുതാനുള്ള PhD നോളജോ അല്ലെങ്കിൽ അത്രയും ഡെപ്തിലുള്ള സ്കോളർഷിപ്പോ UPSC എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവെയർ ആയിരിക്കുന്ന ഒരാൾക്ക് എന്തേലും കാര്യങ്ങൾ അറിയാവോ, അത്രയുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ സ്റ്റിക്കിംഗ് ടു എ ലിമിറ്റ് വെൻ ഇറ്റ് കംസ് ടു സ്റ്റഡിങ് എ പർട്ടിക്കുലർ ടോപ്പിക്. ഒരു ലിമിറ്റ്ലെസ് ആയിട്ട് നമുക്ക് ടോപ്പിക് പഠിക്കാൻ പോകുന്നത് UPSC ഹെൽപ്ഫുൾ അല്ല. ഇറ്റ് ബാക്ക് ഫയർസ്, ബിക്കോസ് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ സപ്പോസ് ഇഫ് യു ആർ സംബഡി who takes up a topic of Pegasus and then you are reading for like a day, for a half a day, അങ്ങനത്തെ ഒരാളാണ് എങ്കിൽ UPSC is clearly mentioning അങ്ങനത്തെ ഒരു കാര്യമല്ല, ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേണ്ടത്. അതേസമയം ഓപ്ഷനിലേക്ക് നോക്കൂ, താഴെ ഓപ്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടോട്ടലി ഓഫ് ഓണേഴ്സ് ഡിഗ്രി ലെവൽ ഹയർ ദാൻ ദ ബാച്ചുലേഴ്സ് ഡിഗ്രി ആൻഡ് ലോവർ ദാൻ ദ മാസ്റ്റേഴ്സ് ഡിഗ്രി. UPSC സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് നമുക്ക് ഡെപ്തിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് വേണം. സോ ദിസ് ഈസ് ഫോർ GS ആൻഡ് ദിസ് ഈസ് ഫോർ ഓപ്ഷൻ. അപ്പോൾ ആ ഡിമാൻഡ് തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയം. സോ ഇതുകൊണ്ടാണ് നമ്മൾ UPSCയുടെ നോട്ടിഫിക്കേഷൻ വായിക്കണം. ദെൻ വാട്ട് ജനറൽ അവയർനെസ് ഓൺ വെറൈറ്റി ഓഫ് സബ്ജക്ട് ടെക്സ്റ്റ് ചെയ്യുകയാണ്. സിവിൽ സർവീസ് കരിയറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതി. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ തന്നെ ചിന്തിക്കുക. അപ്പോൾ വെറുതെ എന്തെങ്കിലും അറിഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒന്ന് ഇവിടെ നമ്മൾ ജനറൽ ആം ആദ്മി എന്ന് പറഞ്ഞു പേഴ്സൺ, ദെൻ UPSC സേയിങ് കരിയർ ഓഫ് സിവിൽ സർവീസ് ആസ്പയർ ചെയ്യുന്ന ഒരാളുടെ സീരിയസ്നെസ്സും വേണം. അപ്പം നമുക്ക് ജസ്റ്റ് നമ്മൾ ചായക്കടയിൽ ഇരിക്കുന്ന കൂട്ടർ കേൾക്കുമ്പോൾ കൂട്ടൊരു പൊളിറ്റിക്കലി ലോഡഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമല്ല UPSC നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കുറച്ച് മച്ചുവേർഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പരത്തി അറിഞ്ഞിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് ആക്ച്വലി. ഡെപ്തിൽ അറിയണ്ടെന്ന് പറയുമ്പോഴും എന്താണ് ഒരു കുറച്ച് ഡെപ്ത് ആവശ്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു മച്ചുവേർഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് UPSC നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് നമ്മുടെ നോട്ട് മേക്കിംഗ്, നമ്മുടെ ആൻസർ റൈറ്റിംഗ്, നമ്മുടെ എൻ്റയർ പ്രിപ്പറേഷൻ. ഇൻ മെയിൻസ് പ്രിപ്പറേഷൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതിന്റെ പ്രോസും കോൺസും അറിയുക, അല്ലെങ്കിൽ അഡ്വാൻറ്റേജും നെഗറ്റീവ്സും അറിയുക, അല്ലെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് അറിയുക. അപ്പോൾ എല്ലാം അറിയണം. അല്ലാതെ ഒരു സൈഡിൽ കുറേ അറിഞ്ഞിട്ട് അടുത്ത സൈഡ് തീരെ അറിയത്തില്ലെങ്കിൽ നമുക്ക് ഒരു മച്ചുവേർഡ് ആൻസർ റൈറ്റിംഗ് സ്റ്റൈലേക്ക് അല്ലെങ്കിൽ ഒരു മച്ചുവേർഡ് അവയർനെസ് കാണത്തില്ല. അപ്പോൾ നമ്മളൊരു ഇഷ്യൂവിനെ എടുക്കുകയാണ്. അഗെയിൻ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് വാട്ട് സേ ഗവർണേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്ക് ഗവർണറുടെ റോൾസിനെ കുറിച്ചോ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ, ഇലക്ട്രൽ പൊളിറ്റിക്സ് എടുക്കുക. ഇലക്ട്രൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് UPSC ആസ്പിറന്റ് അല്ലാത്തവർക്കും ആയവർക്കും ജനറൽ പബ്ലിക്കിനും എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ കാണും, റൈറ്റ്? പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഒപ്പീനിയൻ കുറച്ചും കൂടെ ഒന്ന് എല്ലാവർക്കും അറിയാമെന്ന് നമുക്ക് അറിയണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒപ്പീനിയൻ കുറച്ചും കൂടെ വാല്യൂ ലോഡഡ് ആയിരിക്കും. ഒന്ന് നമുക്ക് പല പല ഡയമെൻഷൻസിനെ കുറിച്ച് അറിയണം. 1-2 ഡയമെൻഷനെ കുറിച്ച് അറിഞ്ഞാൽ പോരാ. അതുപോലെ നമുക്ക് അനലിറ്റിക്കലായിട്ട് എഴുതാൻ പറ്റണം. 3 വേ ഓഫ് വേർഡ്സ് കൊടുക്കാൻ പറ്റണം. എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? ഓക്കെ, ആ രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ്, ആ രീതിയിലുള്ള കണ്ടന്റ് ബിൽഡിംഗ് ആണ് UPSC എക്സ്പെക്ട് ചെയ്യുന്നത്. അഗെയിൻ നോട്ട് ഗോയിങ് ഇൻ ടു മച്ച് ഡെപ്ത് ബട്ട് മെയിൻറ്റെയിനിങ് എ ബാലൻസ് ബിറ്റ്വീൻ ഡെപ്ത് ആൻഡ് ജനറൽ അവയർനെസ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്ര നേരം UPSC കണ്ടന്റിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? Now in the last part they are saying the candidate must have relevant, meaningful and succinct answers. ഇവിടെയാണ് നമ്മുടെ ആൻസർ റൈറ്റിംഗിന്റെ കാര്യം പറയുന്നത്. ഇത്ര നേരം നമുക്ക് കണ്ടന്റ് ആയിരുന്നെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് മീനിങ് അബൌട്ട് എന്താണ്, കാൻഡിഡേറ്റ് മസ്റ്റ് ഗീവ് റെലവന്റ്, മീനിങ്ഫുൾ ആൻഡ് സസിങ്ക്ട് ആൻസേഴ്സ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഗ്രാജുവേഷനിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം എഴുതുക, മാർക്ക് മേടിക്കുക എന്നൊരു സ്റ്റൈലാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. ഇത് നമ്മുടെ ആ ഒരു യൂണിവേഴ്സിറ്റി ലൈഫിലെ ആ ഒരു റൈറ്റിംഗ് പാറ്റേൺ ആണ് പലപ്പോഴും നമുക്കൊരു ഹേർഡിലായിട്ട് ആക്ട് ചെയ്യുന്നത്. വെയർബൈ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ മേക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഓക്കെ, അതാണ് UPSC സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. മീനിങ്ഫുൾ ആയിരിക്കണം, സസിങ്ക്ട് ആയിരിക്കണം. ചെറിയ മിനിമം വേർഡ്സിൽ പെട്ടെന്ന് എഴുതി എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, വെറുതെ കാർഡ് കയറാൻ. ഓക്കെ, ഇത്രയാണ് ഡിമാൻഡ്. ആൻഡ് ദെൻ വിൽ കമ്മിങ് ഇൻ ടു നമ്മൾക്ക് നോക്കാം. റൈറ്റ്? ഓക്കെ, എനി ഡൗട്ട്സ് സ്റ്റിൽ നോ? ഓൾ ഗുഡ്?
പലർക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി ഇതിനകത്ത് വരണം. അതുകൊണ്ടാണ് ഞാൻ ഇനിഷ്യലി തന്നെ ഇത് പറഞ്ഞത്. ഓൾ ഗുഡ്. സോ ആ സിലബസിന്റെ ആദ്യം തന്നെ UPSC 2 കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. വാട്ട് കൈൻഡ് ഓഫ് കണ്ടന്റ് ഈസ് റിക്വയർഡ്, വാട്ട് കൈൻഡ് ഓഫ് സ്റ്റഡി ഈസ് റിക്വയർഡ്, ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ആൻസർ റൈറ്റിംഗ്. ആ ലാസ്റ്റ് സെന്റൻസ് ഈസ് ഓൾ അബൌട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ആൻസർ റൈറ്റിംഗ്, റൈറ്റ്? സോ വാട്ട് ഈസ് ദ കറന്റ് പാറ്റേൺ ഓഫ് എക്സാംസ് ക്വസ്റ്റ്യൻസ് ദീസ് ഡേയ്സ്, റൈറ്റ്? അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. UPSC ഹാസ് ഇറ്റ്സ് ഓൺ ട്രെൻഡ്. ഇപ്പൊ ഈ വർഷം കുറെ പേര് കറന്റ് അഫയേഴ്സ്, അൺഫോർച്ചുനേറ്റ്ലി ഐ ഗാട്ട് ടു സീ സം ഓഫ് ദി സ്റ്റുഡൻസ് ഫേസിങ് the reality of UPSC. Like I was talking, like എൻ്റെ ഒരു വീഡിയോസ് ഒക്കെ Prelims 25 വീഡിയോസ് ഉണ്ടായിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ് വർ ടോക്കിംഗ് ടു മീ. സംതിങ് ഐ റിയലൈസ് ഇസ് ദാറ്റ് കുറെ പേര് കറന്റ് അഫയേഴ്സിന് ഭയങ്കര വെയിറ്റേജ് കൊടുത്തു. പ്രത്യേകിച്ച് ഇത് സംഭവിച്ചത് ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിനാണ്. നമുക്ക് ഈ കറന്റ് അഫയേഴ്സിന്റെ ഒരു ഓറ മൊത്തത്തിലുള്ളതുകൊണ്ട് they were really studying hard on that material front, material കമ്പൈലേഷൻസ് ഒക്കെ എടുത്ത് കണ്ടമാനം പഠിച്ചു. വാട്ട് ഐ വാസ് ഡൂയിങ് ഇസ് ദാറ്റ് ബേസിക്കലി ഞാൻ വിഷൻ ഏറ്റവും കുറച്ച് വായിച്ചൊരു വർഷമായിരുന്നു. ഓൾദോ എനിക്ക് CSAT-നാണ് പണി കിട്ടിയ GS മാർക്കുണ്ട്. സോ CSAT ഏറ്റവും കുറച്ച് പഠിച്ചൊരു വർഷമായിരുന്നു. കമ്പൈലേഷൻ ഏറ്റവും കുറച്ച് പഠിച്ചൊരു വർഷമാണ്. ബിക്കോസ് ദി ട്രെൻഡ് ഹാസ് ബീൻ ചേഞ്ചിങ് ഫ്രം ലാസ്റ്റ് 2018 onwards. UPSC has been moving away from simple current affairs into more complex things, right? പക്ഷെ അത് മനസ്സിലാക്കാതെ നമ്മൾ കമ്പൈലേഷൻ മാത്രം വായിച്ചുകൊണ്ടിരുന്ന വി ആർ സെറ്റിംഗ് ourselves into a trap. അപ്പോൾ ആ ട്രെൻഡുകൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. Be it for prelims, be it for mains. Okay. Now, what are the type of questions UPSC really asks? Okay. If you look at it broadly, we can divide it into factual type of questions and analytical kind of questions, right? If you look at this is from GS1, polity. Judicial system in India, UK seems to be converging as well as diverging in recent times. Highlight the key point of convergence and divergence, right? Basically നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്മികാന്തിലെ ഇനീഷ്യൽ ചാപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു കണ്ടന്റ് അതുപോലെ തന്നെ ഫാക്ച്വൽ എന്ന് കുറച്ച് ഫാക്ച്വൽ ആണ്, കുറച്ചൊരു എന്താണ് നമ്മുടെ ലേണിംഗ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമുള്ള ഒരു ടൈപ്പ് ഒരു ക്വസ്റ്റൻ. ഓക്കെ, ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് ആർ ആസ്ക്ഡ്. ഇനി ഇതിലും ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റൻ, ലിസ്റ്റ് ഓൺ സം ഓഫ് ദി സ്കീംസ്, ഇനിഷ്യേറ്റീവ്സ് ബൈ ഗവൺമെന്റ് ഇൻ ഇറാഡിക്കേറ്റിംഗ് പോവർട്ടി, അങ്ങനത്തെ ക്വസ്റ്റൻസും UPSC once in a while rare ആയിട്ട് ചോദിക്കാറുണ്ട്. So there are factual kind of questions. In these kind of questions, things are very easy. You know it, you just write it. Okay, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. But in reality, UPSC questions are more like analytical part. How far do you think cooperation, competition, and confrontation have shaped the nature of federation in India? Cite up recent examples to validate your answer. അപ്പോൾ എന്താണ് വളരെ ഒന്ന് നമുക്ക് ഫെഡറേഷൻ ഇൻ ഇന്ത്യയെ കുറിച്ച് എഴുതണം, അല്ല പക്ഷെ അതിന്റെ ഫീച്ചേഴ്സ് അല്ല ചോദിക്കുന്നത്. കോപ്പറേഷൻ എങ്ങനെയാണ് എഫക്ട് ചെയ്തത്, കോമ്പറ്റീഷൻ എങ്ങനെയാണ് വന്നത്, കോൺഫ്രണ്ടേഷൻ എങ്ങനെയാണ്, നേച്ചർ ഓഫ് ഫെഡറൽ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് ദ സെൻട്രൽ ഇന്ത്യയിൽ എങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇത് വളരെ അനലിറ്റിക്കൽ ആയിട്ടൊരു ചോദ്യമാണ്. നമുക്ക് കുറെ ഫാക്ട്സ് അറിയാവുന്നുണ്ടോ, കുറെ എക്സാമ്പിൾസ് അറിയാവുന്നുണ്ടോ, നമുക്ക് ഇന്ത്യൻ ഫെഡറലിസ്റ്റിന്റെ ഫീച്ചേഴ്സ് അറിയാവുന്നുണ്ടോ, നമുക്കിത് എഴുതാൻ പറ്റത്തില്ല. എല്ലാത്തിൻ്റെ അഡീഷണൽ ആയിട്ട് വാട്ട് വി ഹാവ് ദിസ് തിങ് കോൾഡ് how far do you think, അതാണ് ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പോയിന്റ് എന്ന് പറയേണ്ടി വരും. How far do you think this mic take care ചെയ്യണേ. So how far do you think cooperation and competition and confrontation have shaped the nature of, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതെല്ലാം എഴുതാൻ റെഡിയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്താണ്, how far do you എന്ന് പറയുമ്പോഴത്തേനും അതിന് അനുകൂലിച്ചുള്ളതും അതിന്റെ പ്രതികൂലിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതും. ക്ലിയർ അല്ലേ എൻ്റെ ഈ സ്ക്രീൻ? Am I audible? ഒന്ന് പറയാമോ? Yes, sir. Yeah, all right. എൻ്റെ പേപ്പറിലെ സ്ക്രീൻ പോയി. എനിഹൗ, അപ്പോൾ ഇതിനകത്ത് ഒരു ആഡഡ് കോംപ്ലിക്കേഷൻ ആണ്, ഒരു കോണ്ടെക്സ്റ്റ് ആണ്. ഹൗ ഫാർ ഡു യു അങ്ങ് മാറ്റുക, നമുക്കൊരു കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് എഴുതാം. ഓൾറെഡി ഉള്ള കോംപ്ലക്സിറ്റിക്ക് പുറമെ ഹൗ ഫാർ ഡു യു എന്നുള്ളൊരു കോംപ്ലക്സിറ്റി കൂടെ കൊണ്ടു. ഇനി ഹൗ ഫാർ ഡു യു മാത്രമല്ല, യു ഹാവ് ദീസ്, നിങ്ങൾ കണ്ടിട്ട് കാണുമെങ്കിൽ കമന്റ്, ജസ്റ്റിഫൈ, ഡിസ്കസ്, അനലൈസ്, ഇങ്ങനത്തെ കീവേഡ്സ് കൊണ്ടുവരും. സോ ഈ കീവേഡ്സിൽ ഭയങ്കര വ്യത്യാസം. നമുക്കിപ്പോൾ ആദ്യം നോക്കുവാണെങ്കിൽ ഹൈലൈറ്റ് ദ പോയിന്റ്സ്, ഹൈലൈറ്റ് ദ കീ പോയിന്റ്സ്, സിമ്പിൾ ആണ്. കുറച്ചും കൂടെ നമ്മൾ ഹൈലൈറ്റ് ആ ഡയമെൻഷൻസ് കൊണ്ടുവന്നാൽ മതി. പക്ഷെ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും എനിക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഹൗ ഫാർ ഡു യുവിന്റെ കൊണ്ടുവരും. അത് ഡിസ്കസ് വരുമ്പോഴും കമന്റ് വരുമ്പോഴും എല്ലാം ഈ ഡിഫിക്കൽറ്റി ഉണ്ട്. സോ അതാണ് നമ്മൾ ഇത് ഒരു ലേറ്റർ ഓൺ നമുക്കൊരു നമ്മുടെ സ്കിൽസ് കൂടിയതിന് ശേഷം, ആൻസർ റൈറ്റിംഗ് സ്കിൽസ് കൂടിയതിന് ശേഷം നമുക്ക് അച്ചീവ് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റൻസ് ആണ്. ഓക്കെ, ദിസ് റിക്വയർസ് ലൈക്ക് കമന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആ എക്സ്പെർട്ടീസ്, നമ്മുടെ റൈറ്റിംഗ് എക്സ്പെർട്ടീസ് ഏറ്റവും എവിഡന്റ് ആയിട്ട് നമുക്ക് റിഫ്ലക്ട് ആകുന്ന ഒരു ഏരിയ.
ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് യു പി സിയുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് യു പി സിയുടെ അനലിറ്റിക്കലാണ്. ആൻഡ് ദി ഡിഫറൻസ് ഓഫ് മാർക്സ് വരുന്നതും ഈ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ്. എല്ലാവരും ഒരുവിധം ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീസെന്റ് ആയിട്ട് എഴുതും. ഇഫ് ദ ക്വസ്റ്റ്യൻ ഇസ് വെരി ഹാർഡ്, ഇറ്റ്സ് ഹാർഡ് ഫോർ എവറിബഡി. ഇഫ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ഇസ് ഈസി, ഇറ്റ്സ് ഈസി ഫോർ എവറിബഡി. ബട്ട് അനലിറ്റിക്കൽ വരുമ്പോൾ ദാറ്റ്സ് വെൻ കാൻഡിഡേറ്റ്സ് പ്രിപ്പറേഷൻ റിയലി കംസ് ടു ദ ഫോർ. കണ്ടന്റ് ഒന്നും വലിയ വ്യത്യാസം കാണത്തില്ല. ടോപ്പ് 10 ഉള്ളവർക്ക് മരണ കണ്ടന്റ് ആയിരിക്കും. ബട്ട് ദെൻ ദ കണ്ടന്റ് റിമെയിൻസ് സെയിം. നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ പാസ്സായവരുടെ എല്ലാം ആൻസർ ഒരുപോലെയാണ് ഏകദേശം കണ്ടന്റ് വൈസ്. പക്ഷെ അനലിറ്റിക്കൽ സൈഡ് വരുമ്പോഴാണ് അവരുടെ ആ ഒരു എക്സ്ട്രാ സംഭവം, പാസ്സാകാത്തവരും പാസ്സായവരും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഓരോ വർഷങ്ങളും ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അനലിറ്റിക്കൽ ഗെയിം ഇംപ്രൂവ് ചെയ്യുകയാണ്. ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് ഇൻ വൺ ഡേ, ബട്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഗ്രാജുവലി എങ്ങനെ എത്താം എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പം നമ്മൾ ആൻസർ റൈറ്റിംഗ് മെയിൻ സ്റ്റാഫിൽ തുടങ്ങുമ്പോൾ certainly we will be starting with these kind of factual questions, not analytical ones. Certainly not. Analytical question ആദ്യം ഇടുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ കിളി പറന്നു പോകുന്നത്, ലൈക്ക് ബ്ലോൺ ഓഫ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. ബട്ട് we will be starting with factual questions, then we will be moving into analytical. But eventually our goal is being good at analytical questions. Right. Now, question pattern, just a few words, like നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. There's nothing much. Option ആണെങ്കിൽ നമുക്കറിയാം there is 8 set of questions, and the first question and fifth question is compulsory, we have to write. Then there is 2, 3, 4 and 6, 7, 8. ഇതിന്റെ അകത്ത് you have to basically choose 3 questions. Total നമുക്ക് 5 set എഴുതണം. 2 എണ്ണം കമ്പൽസറി ആണ്, പിന്നെ 3 എണ്ണം സെലക്ട് ചെയ്യണം. At least minimum 1 question from a segment. So if you can choose 2 and 3, then you have to choose 7 or 8 or 6. Okay, ഇങ്ങനെയാണ് ഓപ്ഷന്റെ കാര്യം പോകുന്നത്. നിങ്ങൾ ഫെമിലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ആർ യു ഫെമിലിയർ വിത്ത് ദിസ് തിങ്? അല്ലാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓപ്ഷനകത്ത് നമുക്ക് ചോയ്സ് ഉണ്ട്. വി ക്യാൻ ചൂസ് ദ ക്വസ്റ്റ്യൻസ് വി ആർ ഗോയിങ് ടു റൈറ്റ്, നോട്ട് ലൈക്ക് കമ്പൽസറി. ആർ വി ക്ലിയർ ഓൺ ദാറ്റ്? Okay. Yeah, I think everybody is clear on that. Very good. But when it comes to GS, there is not such options that you are available with. Everything you have to write. പക്ഷേ ഇതിന്റെ പാറ്റേൺ ഈസ് ഡിഫറെന്റ്. ക്വസ്റ്റിന്റെ വെയിറ്റേജ്, ക്വസ്റ്റിന്റെ രീതികളൊക്കെ മാറിയാണ് ഇരിക്കും. സോ ഇപ്പൊ ചോദിക്കുന്നത് 10x10 മാർക്സിന്റെ 10 ക്വസ്റ്റ്യൻസും 15 മാർക്കറിന്റെ 10 ക്വസ്റ്റ്യൻസും. ഇതാണ് നിലവിലത്തെ UPSC ഒരു പാറ്റേൺ. ബട്ട് ഇറ്റ് യൂസ് ടു ബി ഡിഫറെന്റ്. ഇറ്റ് യൂസ് ടു ബി 12.5 into 20 question or something. It used to be earlier. That 12.5 into 20 question used to be the condition earlier, 2016-17 ഒക്കെ. അതിനുശേഷമാണ് ഈ ഒരു പാറ്റേൺ വന്നത്. സോ ദിസ് പാറ്റേൺ കുഡ് ബി ചേഞ്ചിങ് എനി ഇയർ. അങ്ങനെ ഉറപ്പൊന്നുമില്ല. മേ ബി UPSC can bring in 5 mark, maybe UPSC can bring in 20 mark, ഓപ്ഷൻ്റെ ഉള്ള പോലെ. സോ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് വന്നുകൂടാന്നൊന്നുമില്ല. വി ക്യാൻ എക്സ്പെക്ട് എനിത്തിങ്. വി കനോട്ട് എക്സ്പെക്ട് UPSC എക്സ്പെക്ട് ചെയ്യുന്നത് മാത്രം നമുക്ക് നിർത്താൻ പറ്റില്ല. there will be something that is happening. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. essay ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A section ഉണ്ട്, B section ഉണ്ട്. You have to write 1 from A section and you have to write 1 from B section. Each section will be having 4 questions each. Okay, and the trend is that ഒന്നിനകത്ത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കുറെ എന്താണ് ഫിലോസഫിക്കൽ അബ്സ്ട്രാക്ട് എസ്സേ, ഒന്നിനകത്ത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ബേസ്ഡ് എസ്സേ ആണ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതാണ് ഒരു ട്രെൻഡ് നമ്മൾ യൂഷ്വലി സീ ചെയ്യുന്നത്. ഇനി മാർക്കിംഗ് പാറ്റേൺസ് ഉണ്ട്. നമുക്കറിയാം UPSC ടോപ്പർ മാർക്ക് എത്ര ശതമാനം മാർക്കാണ് UPSC കിട്ടാറുള്ളത് എന്ന് പറയുമോ? How much percentage of marks you do we really see in toppers case? First rank, second rank ഒക്കെ വരുന്നത് 50%. Yeah, 50-54%. Yeah, cool. So that's the mark that you usually see. അപ്പോൾ നമ്മൾ മാർക്കിംഗ് പാറ്റേൺസ് UPSC എടുത്തു നോക്കുവാണെങ്കിൽ ഇൻഡിവിജ്വലി ഇഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യനിൽ 50%-60% മുകളിലോട്ട് മാർക്ക് പോകുന്നില്ല. സേ സപ്പോസ് യു ആർ evaluating a question of 10 marks. You're not going to get 9 marks. You're not going to get 8 marks. That's clear. നമ്മൾ കീ വാല്യുവേഷൻ ഒക്കെ പോയിട്ടുള്ള സർമാർ പ്രൊഫസേഴ്സിനൊക്കെ ചോദിക്കുമ്പോൾ what they are giving is they have ഒരു പാറ്റേൺ ഉണ്ട്. they are given instruction as to how to go about these marks, and it says like കീയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ you can give this much mark. Question address ചെയ്യണമെങ്കിൽ you can give this much mark, and if something extra is there you can give this much mark extra. So maximum it comes to around 7 marks, 6.5 marks. 6.5 is 6 and 6.5 is the most logical thing happening in the exam. അപ്പോൾ ഈ ഒരു മാർക്സ് ആണ് നമുക്ക് വരും. അപ്പൊ നമ്മൾ ഒരു മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ 9 മാർക്ക് മേടിക്കും, അടുത്ത ക്വസ്റ്റിന് 5 മാർക്ക് മേടിക്കുകയല്ല. നമ്മൾ ഈ ഒരു 6.5, 6 മാർക്സ്, 5.5 മാർക്സ് എല്ലാ ക്വസ്റ്റിനും മേടിക്കുക എന്നുള്ളതാണ് ഡിമാൻഡ്. സോ മാർക്കിംഗ് പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5+ അല്ലെങ്കിൽ 50% മാർക്സ് ഫോർ എവറി ക്വസ്റ്റ്യൻ. 50 മാർക്കിലാണെങ്കിൽ ഒരു 7.5+ മാർക്ക്
എല്ലാ ക്വസ്റ്റിനും മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡിമാൻഡ്, UPSC ഡിമാൻഡ് ചെയ്യുന്ന കാര്യം, റൈറ്റ്? അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഹെവി ആയിട്ട് സ്കോർ ചെയ്തു, അടുത്ത ക്വസ്റ്റിന് 2 മാർക്ക് മേടിച്ചാൽ ദാറ്റ്സ് നോട്ട് ഗോണ ഇംപ്രൂവ് അവർ കണ്ടീഷൻ. സോ അത് ടൈം മാനേജ്മെന്റിലോട്ടാണ് വരുന്നത്. നമുക്ക് എല്ലാ ക്വസ്റ്റിനും നന്നായിട്ട് എഴുതുക എന്നുള്ളതാണ്, അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ എക്സലന്റ് ആയിട്ടും അടുത്ത ക്വസ്റ്റ്യൻ പൂർ ആയിട്ടും എഴുതുക എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. വി ഹാവ് ടു മെയിൻറ്റെയിൻ ദാറ്റ് ആവറേജ് ക്വാളിറ്റി അക്രോസ് ദീസ് 20 ക്വസ്റ്റ്യൻസ്, റൈറ്റ്? ദാറ്റ്സ് വാട്ട് UPSC എക്സ്പെക്ടിങ് ഫ്രം us. സോ അതും ക്ലിയർ ആയിരിക്കണം, റൈറ്റ്? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്വസ്റ്റിന് ഭയങ്കര ഡെപ്തി പഠിച്ച് ചിലപ്പോൾ കാര്യമില്ല എന്ന് പറയുന്നത്. ഒത്തിരി ഡെപ്ത് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് കാണിക്കാനാണ്. ആകെ നമുക്ക് 2 pages for 10 mark and 3 pages for 15 mark. ഇത്രയും സ്പേസേ നമുക്ക് എഴുതാനുള്ളൂ. So if you are having a notebook of like a particular topic, you have a note of like 4 or 5 pages. Basically you cannot write here, and the exam hall you will be confused. Here for a points എനിക്കുണ്ട് എവിടെ എഴുതും. But if you have just 2 notes, 2 pages or 3 pages of note for a particular topic, you will be clear. എനിക്ക് ഇത്രയും കണ്ടന്റേ ഉള്ളൂ, I have to use this content wisely, and you will create your notes wisely and you will write the answer wisely. So അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒത്തിരി കാർഡ് കയറേണ്ട ആവശ്യമില്ല, പാറ്റേൺ മനസ്സിലാക്കണം, റൈറ്റ്? അപ്പോൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ജനറലി വി വാണ്ട് ടു പ്രിപ്പയർ ഫോർ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി വിൽ ഡു ത്രൂ എ പ്രോസസ്. നമ്മൾ ഒറ്റ ദിവസം അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് പിടിക്കരുത്. സോ what I suggest is ആ ദിവസം നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ കമന്റും ഡിസ്കസ് ഒന്നും എഴുതാൻ നിൽക്കാതിരിക്കുക. എലാബറേറ്റ് ഒക്കെ എഴുതാം, അല്ലെങ്കിൽ ഇലൂസിഡേറ്റ് ഒക്കെ എഴുതാം, അല്ലെങ്കിൽ ടു ദ മാക്സിമം എക്സാമിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എഴുതാം. ഡിസ്കസിലേക്കൊന്നും ആദ്യമേ പിടിക്കേണ്ട കാര്യമില്ല, എഴുതിയോണ്ട് തെറ്റില്ല, ബട്ട് ഒബ്വിയസ്ലി നമുക്ക് കുറച്ചും കൂടി എളുപ്പമുള്ള ക്വസ്റ്റൻസ് നമുക്ക് തുടങ്ങാൻ സാധിക്കും. ഓക്കെ, വാട്ട് ഈസ് UPSC എക്സ്പെക്ടിങ്? അത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആദ്യ UPSCയുടെ മാനിഫെസ്റ്റ് കണ്ടു, ദെൻ വി ആർ ട്രൈങ് ടു ഡീകൺസ്ട്രക്ട്. സോ UPSCക്ക് ഈ 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ്. Broad understanding means what? You have to have diversity in your understanding, or diverse dimensions you need to understand. Okay, then the second one is in-depth understanding. Depth is also required. നമുക്ക് വളരെ shallow ആയിട്ടൊരു പോയിന്റ് അറിയാമെങ്കിൽ that won't be, നമുക്ക് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. സോ ഒരു shallow ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ that won't be necessary. I mean that won't be sufficient. Then it should also be accurate. വളരെ വേഗ് ആയിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആണെങ്കിൽ വിൽ നോട്ട് ബി ഏബിൾ ടു റീപ്രൊഡ്യൂസ് ഇൻ എ ഗിവൺ എക്സാം കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു 3 കാര്യത്തിന്റെയും ബാലൻസ് ആണ് വാട്ട് വി ആർ ലുക്കിംഗ് അറ്റ് ഇൻ ദി എക്സാം ഹോൾ. Okay, now let's see. നമുക്കൊന്ന് ബ്രെയിൻ സ്ട്രോം ചെയ്യാം. നിങ്ങൾക്ക് അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് എടുത്തിരിക്കുന്നത്, നക്സലിസം. ഈ നക്സലിസത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ്, ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ആക്യുറേറ്റ് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, റൈറ്റ്? ഓക്കെ, അപ്പോൾ ആരെങ്കിലും പറയാമോ എങ്ങനെയാണ് വാട്ട് കോസസ് ഓഫ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഇൻ ഇന്ത്യ? ജസ്റ്റ് നമുക്ക് ബ്രെയിൻ സ്ട്രോം ചെയ്യാം, എന്നിട്ട് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാം. Economic problems, backwardness of some areas. Okay, okay, let's go. Economic reasons under. Fine, what else? Governance related reasons. Okay, mari parayo. Governance related issues are there, certainly. പറഞ്ഞു നോക്കിയ social issues. Yes, social issues is good. Economic and developmental issues for sure. ഒരു 3 ഡയമെൻഷൻസ് ആണ് വന്നേക്കുന്നത്: എക്കണോമിക് ആൻഡ് ഡെവലപ്മെന്റൽ, ഗവർണൻസ് ആൻഡ് ഡെഫിസിറ്റ് ഓഫ് ദാറ്റ്, ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. വേറെന്താണുള്ളത്? റിലീജിയസ് ഇഷ്യൂസ് പറയുന്നു. ഓക്കെ, ഫൈൻ, വിൽ ഗെറ്റ് ടു ദാറ്റ്. റിലീജിയസ് ഇഷ്യൂസ്. എന്താണുള്ളത്? Political issues. Okay, so this is basically we are going in, we are moving towards more dimension. We are dealing broad breadth wise. കൂടുതൽ ഇതാണ്
ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ ഡയമെൻഷനിലേക്ക് റീച്ച് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് സംബന്ധിച്ച് ഇത്രയും ഡയമെൻഷനിലേക്ക് വരാൻ പറ്റില്ല, പലരായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയമെൻഷൻസ് കൂടുന്നുണ്ട്. ഫൈൻ, വേറെ ഡയമെൻഷൻസ് ആണ്, ഇനിയും ഒത്തിരി ഡയമെൻഷൻസിനകത്ത് വരാനുണ്ട്. വേറെന്താ പോയിന്റ്സ് പറയാനുള്ളത്? പറഞ്ഞു. Okay, alienation is there. Okay, I'll good point, but I'll keep it for later. Okay, ഇനിയും നമുക്ക് ഇതിനകത്ത് ഡയമെൻഷൻസ് കൊണ്ടുവരാൻ സാധിക്കും. Capitalist system, fine. Developmental disparity, geographical issues are there. Regional disparity, yeah, governance disparity, നമ്മൾ എഴുതാം, അതും കൂടി എഴുതാം. Regional disparity is a major issue. UAP ചെയ്തോ? UAPA would lead to Naxalism. Yeah, we'll go draconian laws. Cool. നമുക്ക് ഒത്തിരി ഡയമെൻഷൻസ് പറ്റിയല്ലേ? 1 2 3 4 5 6 7 8 ഡയമെൻഷൻസ്. Now think about this one. നിങ്ങൾക്ക് പഠിച്ചിട്ടില്ല, നിങ്ങൾ പകുതി പേരെ പഠിച്ചിട്ട് കാണുള്ളൂ. ഓക്കെ, ബട്ട് ഹൗ നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര ഡയമെൻഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഒന്ന് ആലോചിക്കണം. സോ ദാറ്റ് ഈസ് അവർ ബ്രോഡ്നെസ് ഓഫ് അവർ അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് എത്രത്തോളം ബ്രോഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്തൊരു എക്സസൈസ്. ഇനി ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ആഡ് ചെയ്യാം. 9 നമുക്ക് വി ക്യാൻ ആഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്, റൈറ്റ്. 10 വി ക്യാൻ ആഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ബേസ്ഡ് എക്സ്റ്റേണൽ പ്ലേയേഴ്സിന്റെ ഇൻഫ്ലുവൻസ്. ഇപ്പോൾ ചൈനയുടെ കാര്യം നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെ കൂടുതൽ പോയിന്റ് നമുക്ക് എടുക്കാൻ പറ്റും. ബ്ലാക്ക് മണിയുടെ കാര്യം എടുക്കാം, മണി ലോണ്ടറിങ്ങിന്റെ കാര്യം എടുക്കാം, ആംസ് സ്മഗ്ലിങ്ങിന്റെ കാര്യം എടുക്കാം, കോസസ് എടുക്കാം. കോസസിനകത്ത് ഇത് വരുന്നില്ല. ഓക്കെ, കോസസിനകത്ത് മറ്റേ എക്സ്റ്റേണൽ സപ്പോർട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറേ ഡയമെൻഷൻസിലേക്ക് ഇതിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ദിസ് ഇസ് ദ വിഡ്ത്ത് ഓഫ് ദി ആൻസർ. ഒരു ഐഡിയയിൽ നമ്മൾ ഒരു ആൻസർ എഴുതുമ്പോൾ കോസസ് ചോദിക്കുവാണെങ്കിൽ, ഇഫ് യു ആർ റൈറ്റിംഗ് 1 2 3 4 ഡയമെൻഷൻസ്, യു ആർ ലിമിറ്റിംഗ് ദ ബ്രെഡ്ത്ത് ഓഫ് ദി ആൻസർ. മനസ്സിലായോ? നമ്മുടെ ഐഡിയ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ബ്രോഡ്നെസ് വേണം, കുറേ ഐഡിയാസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, റൈറ്റ്. ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ഇസ് ഡെപ്ത് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ്. ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വളരെ ക്രിട്ടിക്കലാണ്. ഇപ്പോൾ ഈ ഇത്രയും പോയിന്റ്സ് എഴുതാൻ ആർക്കും വേണമെങ്കിൽ സാധിക്കാം. നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. എന്താണ് നമ്മുടെ ലേമാൻ? അതാണ് നമ്മുടെ ലേമാനെ പോലെ ആലോചിക്കുന്നത്. കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇനി രണ്ടാമത്തെ ആൾ വരുവാണ്. എന്താണ്? ഒരു സിവിൽ സർവന്റ് ആയ ഒരാളുടെ മെന്റാലിറ്റിയാണ്. അവിടെയാണ് നമുക്ക് ഇതിനകത്ത് ഡെപ്ത് വേണം. അതാണ് ഞാൻ മിഥുന്റെ ആൻസർ നേരത്തെ പറയായിരുന്നത്. സോ ഇഫ് യു ലുക്കിംഗ് അറ്റ് മിഥുൻസ് ആൻസർ, മിഥുൻ എന്താണ് പറഞ്ഞത്? മിഥുൻ എന്തായിരുന്നു പറഞ്ഞത്? എലിനിയേഷൻ, ദി ഇഷ്യൂ ഓഫ് എലിനിയേഷൻ. അപ്പൊ എന്താണ്? നമുക്ക് സോഷ്യൽ ഇഷ്യൂസിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അതിന്റെ ഒരു ഡെപ്ത് കാണിക്കാൻ പറ്റുന്നതാണ് എലിനിയേഷൻ, ലാൻഡ് എലിനിയേഷൻ. അതായത് ട്രൈബൽസിനെ അവരുടെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി എന്നൊക്കെ ഇറക്കി വിടുന്നു. ആ ഇഷ്യൂസ് ആണ് പലപ്പോഴും ഈ ഒരു നക്സലിസം ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നക്സലിസം സ്പ്രെഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. നോ, ദിസ് ഇസ് ഡെപ്ത്. ഇനി ഇതിന് ഒരു ഡെപ്തും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയും ഇതിന് ഇച്ചുവർ ഡെപ്തിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. വേറെ ഈ എലിനിയേഷനെ കുറച്ചും കൂടി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഏതൊരു പോയിന്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഡെപ്ത് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. പറയാറില്ല? പറയോ? ഡിപ്രിവേഷൻ ഓഫ് ലാൻഡ് ആൻഡ് ഫോറസ്റ്റ് റൈറ്റ് വളരെ പോയിന്റാണ്. അപ്പോൾ നാളത്തെ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതി കഴിയുമ്പോൾ നമ്മുടെ ആൻസറിന് ഡെപ്ത് വരും. യെസ്, ദീസ് ആക്ട്, ദി പ്രൊവിഷൻസ് ഇൻ ദീസ് ആക്ട് ലെഡ് ടു വാട്ട് എലിനിയേഷൻ ഓർ എന്താണ് പലപ്പോഴും അവർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദീസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ലെഡ് ടു ദാറ്റ്. വെരി ഗുഡ് പോയിന്റ്. അങ്ങനെയാണ് നമ്മൾ ഡെപ്ത് ബിൽഡ് ചെയ്യുന്നത്. ഓർ യു ക്യാൻ സേ വാട്ട് യു കോൾ ജൽ ജംഗിൾ സമീൻ. ജമീൻ എന്നുള്ളതിന് ഒരു ജയാണ് യൂസ് ചെയ്യുന്നത് നോർത്തിലേക്ക്.
സോ ഐ റൈറ്റ് ഇറ്റ് ദാറ്റ് വേ. ജൽ ജംഗൽ ജമീൻ ഇഷ്യൂ എന്നാണ് നമ്മൾ എന്താണ് ഈ ലാൻഡ് അലീനിയേഷൻ ഇഷ്യൂ എന്ന് പറയുന്നത്. അവരുടെ പ്രോപ്പർട്ടി, അവരുടെ ഫോറസ്റ്റ് റൈറ്റ്സ് എല്ലാം പലപ്പോഴും ഹേർട്ടായി, അല്ലെങ്കിൽ അത് കട്ടെയിൽഡായി. അങ്ങനെയാണ് ഈ നക്സലിസത്തിലേക്ക് ട്രൈബൽസ് പലപ്പോഴും ഡ്രിവൺ ആകുന്നത് ഔട്ട് ഓഫ് കമ്പൽഷൻ. സോ ഇഫ് യു ആർ റൈറ്റിംഗ് ദിസ് പർട്ടിക്കുലർ keyword of land alienation എഴുതിയിട്ട് ജൽ ജംഗൽ ജമീൻ ഇഷ്യൂ എന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് യു ഹാവ് ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബ്രോഡ്നെസ് ഉണ്ട്. സോ യു ആർ റൈറ്റിംഗ് 7 or 8 dimensions of answers, then you are bringing in the small ones, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് യു ആർ ഗിവിംഗ് വാട്ട് depth to your answer. So governance deficit എടുക്കുകയാണെങ്കിൽ what you can mention, governance deficit നമ്മൾ മെൻഷൻ ചെയ്തു, സെക്കൻഡ് പോയിന്റ്. ഇനി ഇതിനകത്ത് ഡെപ്ത് കൊണ്ടാണ് എന്താണ് FRAയുടെ ഇഷ്യൂസ്, അല്ലെങ്കിൽ you can speak about lack of penetration of schemes. PDS പല സംസ്ഥാനങ്ങളിലും ട്രൈബൽ ബെല്ലിലൊന്നും PDS റേഷൻ കടകൾ എത്തുന്നില്ല. ഓക്കെ, ദിസ് വേ യു ക്യാൻ ഗീവ് ഡെപ്ത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് രണ്ടിന്റെ ഒരു നമുക്ക് ബ്രെഡ്ത്തും വേണം, ഡെപ്തും വേണം. ഇതാണ് ആൻസർ റൈറ്റിംഗിന്റെ ചലഞ്ച്. ഈ ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ചിലർക്ക് പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ മൈക്ക്. അപ്പോൾ ഈ ഒരു എന്താണ് പറയുന്നത്, ഈ ഒരു ബാലൻസ് കൊണ്ടുവരിക ബിറ്റ്വീൻ ജസ്റ്റ് റിമൂവിങ് ദിസ്. ഓക്കെ, അപ്പൊ ഈ ബ്രോഡ്നെസ്സിനെയും ഡെപ്തിനെയും കുറിച്ചുള്ള ഒരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ആൻസർ റൈറ്റിംഗിന്റെ ക്രക്സ്. അപ്പൊ നമുക്ക് ഡെപ്ത് ഇല്ലെങ്കിൽ ദാറ്റ്സ് എൻ ഇഷ്യൂ, നമുക്ക് ബ്രോഡ്നെസ് ഇല്ലെങ്കിൽ ദാറ്റ്സ് എൻ ഇഷ്യൂ. സോ മൾട്ടി ഡയമെൻഷനാലിറ്റി വിത്ത് ഇനഫ് ഡെപ്ത് നമുക്ക് വേണം. ഇനി ഇത് ആക്യുറേറ്റ് ആയിരിക്കണം. നമുക്ക് വി ഹാവ് ടു ഹാവ് ഫാക്ട്സ്, ഫിഗേഴ്സ്, പോയിന്റ്സ് ടു സബ്സ്റ്റാൻഷിയേറ്റ് അവർ ആൻസർ. ദാറ്റ്സ് ഓൾസോ റിക്വയർഡ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കണ്ടൻസ് ഐഡി എന്നുള്ള UPSCയുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ആകും. ഓക്കെ, സോ ഇഫ് യു ആർ റൈറ്റിംഗ് 3 dimensions, not good. If you are writing 10 dimensions but no explanation, your marks will come down. Although I would say breadth is more appreciated in UPSC than depth. നിങ്ങൾ 2-3 പോയിന്റ് നല്ല 4 പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നേക്കാളും UPSCക്ക് ഇഷ്ടം നിങ്ങൾ 5-6 പോയിന്റ്സ് എഴുതിയിട്ട് അതിന് കുറച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതാണ്. സോ ഐ വുഡ് സേ ഡെപ്തിനേക്കാളും ബ്രെഡ്ത്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് മോർ ഫ്രൂട്ട്ഫുൾ, മോർ ബെനിഫിഷ്യൽ ഇൻ UPSC പ്രിപ്പറേഷൻ, മെയിൻസ് പ്രിപ്പറേഷൻ. റൈറ്റ്. ഇനി ഇതിന്റെ എല്ലാം മുകളിൽ ഒരു സംഭവമുണ്ട്, പ്രസന്റേഷൻ. റൈറ്റ്, you have a ton of content, you have depth, explanation, accuracy, everything is there. You're writing it all in that paper. But if the paper is not appealing to the examiner, eventually that will be an issue. My handwriting is an issue, and handwriting not the best of handwriting. So I had faced this issue. പലരും നമ്മളോട് ഷുഗർ കോട്ട് ചെയ്ത് പറയും അത് കുഴപ്പമില്ല, പ്രസന്റേഷൻ ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അല്ലേ. സോ ഇഫ് യു ആർ സംബഡി ലൈക്ക് ദാറ്റ്, സമയമുണ്ട്, പ്രസന്റേഷൻ ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഐ ഫിക്സ്ഡ് ഇറ്റ് എ ലോട്ട്. എൻ്റെ ആദ്യത്തെ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ കുറെ ഫിക്സ് ചെയ്തു വന്നു. നമുക്ക് കുറെ വരയ്ക്കുന്ന കാര്യങ്ങൾ, ഹാൻഡ് റൈറ്റിംഗ് മാത്രമല്ല കേട്ടോ, legibility ഉണ്ടെങ്കിൽ that's okay, but the way you are presenting a map, the way you are presenting a table, all these things matter. So presentation ഒരു ഡീസെന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് UPSC നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ആഡ്സ് ടു യുവർ മീനിങ്ഫുൾനെസ് ഓഫ് യുവർ ആൻസർ. സോ ഇതൊരു UPSCയുടെ എക്സ്പെക്ടേഷൻ ആണ്. വി മസ്റ്റ് ബി ഏബിൾ ടു cater to that demand. Now challenges നമ്മൾ ഒന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദാറ്റ് അഗെയിൻ. എന്തെങ്കിലും എക്സ്ട്രാ ചാലഞ്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതർവൈസ് ഐ വിൽ ബി മൂവിങ് ഇൻ ടു ദി നെക്സ്റ്റ് സെഗ്മെന്റ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. ഇതുവരെ എന്തെങ്കിലും സർ ഉണ്ട് സർ. ഇപ്പം നമ്മളിപ്പം ബ്രെഡ്ത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ലൈക് ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആൻസേഴ്സും സിമിലർ ആയിട്ടുള്ള രീതിയിൽ വേരിയൻസ് ആയിരിക്കും. നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുമ്പോൾ അതെങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? ഈ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ എന്നുള്ളത് നമ്മളെ തിങ്ക് ചെയ്യാനുള്ള ഒരു ഫ്രെയിംവർക്ക് മാത്രമാണ്. നമ്മൾ അങ്ങനെയല്ല അവിടെ പോയി എഴുതാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സോഷ്യോ എക്കണോമിക്കൽ നമ്മൾ ആൻസർ പേപ്പറിൽ ഒരിക്കലും എഴുതാൻ പോകുന്നില്ല. ഇപ്പോൾ ട്രൈബൽ കേസ് തന്നെ എടുക്കാമെങ്കിൽ എന്താ അവിടുത്തെ എക്കണോമിക് ഇഷ്യൂ എന്താണ്, നമ്മൾ എക്കണോമിക് ഒന്നും എഴുതുന്നില്ല. വി ആർ റൈറ്റിംഗ് ഹൈ പ്രിവലൻസ് ഓഫ് ഇനീക്വാളിറ്റി, ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ്. അങ്ങനെയാണ് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു ഫ്രെയിംവർക്ക് മാത്രം. നമ്മൾ അതല്ല അവിടെ പോയത്. നമ്മൾ അതിന്റെ സ്പെസിഫിക് റീസണിലേക്ക് പോകണം. ദെൻ അതിനൊരു ഡെപ്തിൽ ഒരു സബ്സ്റ്റാൻഷിയേഷൻ കൊടുക്കണം. ക്ലിയർ? ഓക്കെ, ഗുഡ്. അപ്രീഷിയേറ്റ് ഡൗട്ട്സ് ആണ് എന്നെ കൂടുതൽ മീനിങ്ഫുൾ ആയിട്ട് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ തന്നെ ലോകത്തായിട്ട്. Yeah, I like that point, James. That's a big issue, self-doubt. So last day also I was mentoring one of my students.
and she was saying she was like first into this preparation, and ഗ്രൂപ്പ് മീറ്റിങ്ങിലൊക്കെ പോയിരിക്കുമ്പോൾ പലരും ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. I don't think I will be able to write and all everything. So I used to have this feeling, but I used to take it another way. When I used to see my teachers, they teaching a lot of things, I used to say ഇത്രയും കണ്ടന്റ് അവർ ക്ലിയർ ചെയ്തില്ലല്ലോ, so it's not about content, it's something else, so even I have a fair chance. I used to think that way. But the point I'm making is that you don't have to compare yourself with others. Don't compare, okay, with others, but compare yourself with you. നിങ്ങൾ സ്വയമാണ് കമ്പയർ. മത്സരം എന്നോടെന്നൊക്കെ പറയണ പോലെ കമ്പയർ യുവർ പ്രിപ്പറേഷൻ വിത്ത് യുവർ സെൽഫ്. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലാസ്റ്റ് ഒരു വീക്ക് മുമ്പ് നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, ഇപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഈ ഒരു കമ്പാരിസൺ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ലാസ്റ്റ് നിങ്ങൾ ആൻസർ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഒരു പോയിന്റും വരുന്നില്ല. ഓക്കെ, ഈ ഒരു ഒരാഴ്ച കഴിഞ്ഞ് ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ അത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു കമ്പാരിസൺ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ വേറെ ആരോടും കമ്പീറ്റ് ചെയ്യേണ്ട, നമ്മളോട് തന്നെ കമ്പീറ്റ് ചെയ്യുക. നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു അതിനേക്കാൾ ബെറ്റർ ആൻസർ. നമ്മുടെ കണ്ടന്റ് കഴിഞ്ഞ ആഴ്ച കുറവാണോ, ഫൈൻ, ഈ ആഴ്ച അത് ഇമ്പ്രൂവ് ചെയ്തിരിക്കണം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ലെഫ്റ്റും എക്സ്ട്രീംസും അറിയത്തില്ല, ഈ ആഴ്ച ആയപ്പോൾ നിങ്ങൾക്ക് അതറിയാം. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ആൻസർ റൈറ്റ് ചെയ്യുമ്പോൾ ഒരു ഡയഗ്രാം വരയ്ക്കാൻ അറിയത്തില്ല, ഓക്കെ, ഈ ആഴ്ചയായപ്പോൾ നിങ്ങൾ ആ ഡയഗ്രാം വരയ്ക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു. നിങ്ങളുടെ വൊക്കാബുലറി കുറവാണ്, ഫൈൻ, ബാക്കി നിങ്ങൾ നോക്കുമ്പോൾ ഹെവി ഇംഗ്ലീഷ് പറയണം, അർബൻ സുഹയായിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫൈൻ, നോ പ്രോബ്ലംസ്. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു പർട്ടിക്കുലർ കീവേഡ്സോ ഒരു വൊക്കാബുലറി ഇല്ല, 2 ആഴ്ച കഴിയുമ്പോൾ നിങ്ങൾ ആ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. സോ കമ്പാരിസൺ ഇസ് നോട്ട് വിത്ത് സംബഡി എൽസ് ബട്ട് വിത്ത് യുവർ സെൽഫ്. Compete with yourself, be a better person, better aspirant at the next day. അതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ UPSC ലൈഫ് ലോങ്ങിൽ അതൊരു പ്രോസസ്സാണ്. നമ്മൾ എത്ര നാൾ UPSC നിൽക്കുന്നു, വി ഡോണ്ട് വാണ്ട് സ്റ്റേ ഫോർ ലോങ്, ബട്ട് നമ്മൾ നിൽക്കുന്ന കാലത്തോളം നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. നമുക്കറിയാമല്ലോ, ടോപ്പേഴ്സ് അവർ പാസ്സായി കഴിഞ്ഞ് പിന്നെ അവർ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ടു ഗെറ്റ് ടു ദാറ്റ് റാങ്ക് നമ്പർ 1, റാങ്ക് നമ്പർ 2, റൈറ്റ്. സോ നമ്മൾ മിഥുൻ പ്രേമായി നോക്കുകയാണെങ്കിൽ മിഥുൻ പ്രേമായി 2017 റിസർവ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്, ബട്ട് ദെൻ ഹി ഈസ് again competing with himself to be in that number 1 post 12th rank, something great that comes out of constant updation of your own personality, your own content, your own preparation levels. So don't compare with others. പറയാൻ എളുപ്പമാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്യാനാണ് പാട്. So you have to internalize that. Yeah, so self doubt is an issue, content obsession is an issue, lack of syllabus coverage is an issue, and then answer writing, lack of it is again an issue. Okay, what I would say in totality is that mains, overlooking mains, okay, overlooking mains is an issue, and another complementary issue is that prelims mania. ഇത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഫസ്റ്റ് പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നോടം വരെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വലിയ ഫിയർ കാണും. Fear of prelims is the biggest issue in UPSC. പല വേർത്തി ആയിട്ടുള്ള മെയിൻസ് എഴുതാൻ വേർത്തി ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെയും മെയിൻസ് പ്രിപ്പറേഷൻ ഡിറൈൽഡ് ആയി പോകുന്നത് ഈ പ്രിലിംസ് പേടിയുണ്ടാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പ്രിലിംസ് ഒരു വർഷം മൊത്തം ഇരുന്ന് പ്രിലിംസ് പഠിച്ചെന്ന് വെച്ചിട്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ബിക്കോസ് ദർ ആർ ലിമിറ്റേഷൻസ് ടു ഹൗ മച്ച് യു ക്യാൻ സ്റ്റഡി ഇൻ പ്രിലിംസ്. ബിക്കോസ് കണ്ടന്റ് ഉണ്ട്, ഒരു ബുക്കുകളുണ്ട്, അത്രയും കൂടുതൽ പഠിക്കാൻ പറ്റില്ല. ദെൻ യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ മെയിൻസ് ആണെങ്കിലോ നിങ്ങൾക്ക് എത്ര പഠിച്ചാലും മെയിൻസ് നിങ്ങൾക്ക് തീരത്തില്ല. മെയിൻസ് യു ക്യാൻ റീഡ് മോർ റീഡ് ആൻഡ് ഇറ്റ് ഗീവ്സ് യു ദി എഫേർട്ട് ഓഫ് ദാറ്റ്, ബട്ട് ഹാർഡ്ലി വി പേ that respect to mains. Okay, അപ്പോൾ prelims mania is like something we have to address. മോശം കാര്യമാണെന്നല്ല, പ്രിലിംസിന് നമുക്ക് പാസ്സായ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ മെയിൻസ്. പക്ഷേ മെയിൻസ് അതുകൊണ്ട് ഫോർബെയർ ചെയ്ത് ഫോർലുക്ക് ചെയ്ത് നമുക്ക് മെയിൻസിന് ഡ്യൂ ഡിലിജൻസ് കൊടുക്കാൻ പറ്റണം. അപ്പോൾ പ്രിലിംസ് വേണം പ്ലസ് മെയിൻസും വേണം. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ പ്രിലിംസ് പാസ്സായിട്ടില്ല, ഫൈൻ, ദാറ്റ്സ് ഓക്കെ. ബട്ട് നിങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് നിങ്ങളുടെ എയിം, ഈ വർഷം അലക്സിന്റെ ഒരു ഇന്റർവ്യൂ അലക്സ് കണ്ടിട്ടുണ്ട്, അലക്സ് എബ്രഹാം, നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ UPSC ക്ലിയർ ചെയ്യാന്നുള്ളതാണ്, അതല്ലാതെ പ്രിലിംസ് ക്ലിയർ ചെയ്യാന്നുള്ളതല്ല. അപ്പോൾ ഈ വർഷം പ്രിലിംസ്, അടുത്ത വർഷം മെയിൻസ്, അടുത്ത വർഷം ഇന്റർവ്യൂ, അതിന്റെ അടുത്ത വർഷം ഇന്റർവ്യൂ, ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഈ വർഷം നമുക്ക് മെയിൻസും ഇന്റർവ്യൂ മൊത്തം ക്ലിയർ ചെയ്യണം. അതിനെന്താണ്, പ്രിലിംസ് മാത്രം പഠിച്ചാൽ പോരാ, മെയിൻസ് പഠിക്കണം. മെയിൻസ് പ്രിലിംസ് ഒരു ക്വാളിഫിക്കേഷൻ ആണ്. പ്രിലിംസ് പാസ്സാകുന്ന സമയത്ത് നമ്മൾ മെയിൻസ് റെഡി ആയിരിക്കണം, അതർവൈസ് നമ്മൾ പ്രിലിംസ് എഴുതുന്ന കാര്യമില്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് ആസ്പിറന്റിന്റെ ഫ്രണ്ടിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. വൺസ് യു ക്ലിയർ പ്രിലിംസ്, ദിസ് ഫിയർ വിൽ ഗോ അവേ ഫ്രം യുവർ മൈൻഡ്. ബട്ട് ട്രൈ ടു ലേൺ ടു keep that fear from now on itself and focus on mains. And come February, we'll shift to prelims. No issues there. നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം, റൈറ്റ്? ഓക്കെ, നമ്മളൊരു 45 minutes ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, കുറച്ച് ലേറ്റ് ആയി പോയി. ബട്ട് അഗൈൻ വിൽ ട്രൈ ടു ഗോ ത്രൂ ദിസ് റിയൽ ക്യൂ, എന്നിട്ട് വിൽ കണ്ടക്ട് എ Q&A and by 8:15 we can find it. Right. Now നമ്മൾ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു 2 ഫിലോസഫിയിലാണ് മെയിൻസ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യണേ. വൺ ദാറ്റ് ഈസ് നോട്ട് മേക്കിംഗ്. നോട്ട് മേക്കിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നത്
സിലബസ് കവറേജ് ആണ്. സിലബസ് നോട്ട് മേക്ക് ചെയ്ത് നമുക്ക് പഠിക്കാം. ദർ ആർ പീപ്പിൾ കാൻഡിഡേറ്റ്സ് ഹു ആർ clear this exam without even proper notes. Some of these ഈ വർഷത്തെ ആൾക്കാരെ ചിലരോട് സംസാരിച്ചപ്പോൾ they have said that they have made particularly note and everything. Sridhu has made that comment to me. പക്ഷേ there are exceptional people. Mostly ആൾക്കാർ ക്ലിയർ ചെയ്യുന്നത് സോളിഡ് ആയിട്ടുള്ള നോട്ട്സ് വെച്ചിട്ടാണ്. Because you need to revise before exam, 10 days before exam, 100 days before exam, and even just an hours before exam, you need to revise. And you need to consolidate information. That's why note making is very important. Note making and the answer writing. ഇനി ഞങ്ങളുള്ള ഡിസ്കഷൻ ഈ ഒരു രണ്ട് ഫ്രെയിംവർക്കിൽ ബേസ്ഡ് ആയിരിക്കും. That's the idea of main start, and I'm just trying to talk about that. Right. Note making is not a simple process. You will be having a lot of confusion. Paladay notes and reviewing and I see is that they have just copy pasted Hindu to their notes, or they have copy pasted Drishti IAS to their notes. That is not note making. That is not note making. That is just being a collector of notes, not district collector, but collector of notes. Not good. Not good. Not going to do any help to you. Note making adalla. Note making is something very specific. It's a skill. It's something you have to learn. It's a crisp one. It's clear notes. Let's put all these things here. Okay. So crisp and clear notes by meaning what? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 2 or 3 pages on a topic. Nothing more than that. ഒരു ആൻസർ എഴുതാൻ, ഒരു മെയിൻസ് ആൻസർ എഴുതാൻ നിങ്ങളെ എംപവർ ചെയ്യുന്ന എന്താണോ അതാണ് നിങ്ങളുടെ നോട്ട്. അതല്ലാതെ വലിയ എസ്ഐസോ ലൈക്ക് ഇന്ത്യ ഇപ്പോൾ സൊസൈറ്റി ഇന്ത്യ ഇസ് എ ഡൈവേഴ്സ് കൺട്രി വിത്ത് ലോഡ് ഓഫ് സോഷ്യൽ കൾച്ചറൽ എക്കണോമിക് ഡിഫറൻസസ് എന്നും പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും നമുക്ക് നോട്ട്ബുക്കിൽ ആവശ്യമില്ല. അതൊക്കെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, നമുക്ക് എപ്പോഴും എഴുതാം. അപ്പൊ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാം. നോട്ട് മേക്കിംഗ് ഇസ് എ വെരി പ്രിസൈസ് ക്രിസ്പ് ആക്ടിവിറ്റി. നിങ്ങൾക്ക് ക്രിസ്പായിട്ട് ബ്രീഫായിട്ട് ഒരു ആൻസർ എഴുതണമെങ്കിൽ അത് സ്റ്റാർട്ട് ഫ്രം നോട്ട്സ്. നിങ്ങളുടെ നോട്ട്സ് ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ യു വിൽ ഫൈൻഡ് ഇറ്റ് റിയലി ഹാർഡ് ടു റൈറ്റ് ക്രിസ്പ് ആൻഡ് ബ്രീഫ് ആയിട്ടുള്ള സസിംഗ് ആയിട്ടുള്ള ആൻസർ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ആൻസർ റൈറ്റിംഗ് സ്റ്റാർട്ട് ഫ്രം നോട്ട് മേക്കിംഗ്. നോട്ട് മേക്ക് ചെയ്യുമ്പോൾ ക്രിസ്പായിട്ട് ടു ദ പോയിന്റ് ആയിട്ടുള്ള നോട്ട്സ് മാത്രം മേക്ക് ചെയ്യാം. ഓക്കെ, ഇഫ് യു ആർ ഇൻ ദ പ്രോഗ്രാം ഐ ക്യാൻ ഒബ്വിയസ്ലി റിവ്യൂ യുവർ സംതിങ് ഇൻ ദ ബേസിക് ഡേയ്സ്. നമ്മൾ ഈ ബേസിക് ഫണ്ടാസ് റിവ്യൂ ചെയ്താണ് പോകുന്നത്. അതർവൈസ് ഓൾസോ യു ക്യാൻ സെൻഡ് ടു മീ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ അറിയാം, നിങ്ങൾക്ക് എൻ്റെ IDs അറിയാം. യു ക്യാൻ സെൻഡ് ടു മീ ദി ക്ലിപ്സ് ഓഫ് യുവർ നോട്ട്സ് ആൻഡ് വി ക്യാൻ ലുക്ക് ഇൻ ടു ദാറ്റ്. സോ ആൻഡ് 360 കവറേജ് എൻ്റെ ന്യൂസ് റീഡിംഗ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. വാട്ട്, why, where, how, all this dimension has to come in. Okay, എന്തൊക്കെ കീവേഡ് നിങ്ങൾക്ക് അറിയാവോ അതെല്ലാം വരണം. ഒരു ടോപ്പിക്കിനെ കുറിച്ച് മൊത്തം അറിയണം. ഇപ്പം ജുഡീഷ്യൽ പെൻഡൻസി ഇൻ ഇന്ത്യ, എന്തുകൊണ്ട് ജുഡീഷ്യൽ പെൻഡൻസി വരുന്നു, എന്താണ് അതിന്റെ റീസൺസ്, എന്താണ് ജുഡീഷ്യൽ പെൻഡൻസി, നമ്പേഴ്സ് എന്തെങ്കിലും ഓർത്ത് വെക്കുക. എന്തുകൊണ്ട് ജുഡീഷ്യൽ പെൻഡൻസി വരുന്നു, എങ്ങനെയാണ് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുള്ളത്, എങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത്, എന്താണ് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ്, എന്താണ് സുപ്രീം കോടതിയുടെ സ്റ്റാൻഡ്, എങ്ങനെ നമുക്ക് ജുഡീഷ്യൽ പെൻഡൻസി ഒഴിവാക്കാം. ഇനി ജുഡീഷ്യൽ പെൻഡൻസി കൊണ്ടുള്ള ഇമ്പാക്ട് എന്താണ്, ഇവിടുത്തെ എക്കണോമി തകർന്നു, ഇവിടുത്തെ വാട്ട് യു കോൾ ഇവിടുത്തെ സോഷ്യൽ ഹാർമണി തകരുന്നുണ്ട്, അപ്പൊ എന്തൊക്കെയാണ് ഇമ്പാക്ട്, ഇനി എന്തൊക്കെയാണ് ചെയ്യാവുന്നത്. ഇങ്ങനെ ഒരു 360 ഡിഗ്രി. ഓക്കെ, ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അതിന്റെ ഫുൾ സർക്കിൾ നമുക്ക് പഠിക്കാൻ പറ്റാം, നോട്ട്സിൽ തന്നെ കാണും. അതാണ് again another thing. Now it's a semi-cooked meal. Think of it this way. Think of yourself as a chef in a big hotel. Okay, big hotel. You are a chef there. So നിങ്ങളുടെ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ you have സെമി കുക്ഡ് ഫുഡ് പകുതി കുക്ക് ചെയ്തു. കാരണം ഒരാൾ വരുമ്പോഴേ അപ്പം തന്നെ കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചോറൊക്കെ ആണെങ്കിൽ പകുതി വേവിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. Then I came in. I am the chairman of UPSC. So I came in. You are the chef come the right answer right ചെയ്യാനിരിക്കുന്ന മെയിൻ ശാസ്ത്രജ്ഞൻ. So I ordered something. Okay, I ordered something. Maybe a biryani, and I have very specification. ഞാൻ സ്പൈസ് കഴിക്കില്ലാത്ത ആളാണ്, അങ്ങനെ കുറെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. സോ ഐ ഹാവ് ദിസ് തിങ്. ഓക്കെ, രണ്ട് കേസാണുള്ളത്. നിങ്ങൾക്ക് സെമി കുക്ഡ് ആയിട്ടുള്ള ഫുഡ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ഇല്ല. വാട്ട് യു വിൽ ബി ഡു, യു വിൽ ബി കീപ്പിംഗ് മീ വെയിറ്റഡ് ഫോർ an hour. എൻ്റെ ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേനും എൻ്റെ പേഷ്യൻസ് നശിച്ചാണ്. ഐ വുഡ് ഹാവ് ലെഫ്റ്റ്. സിമിലർ തിങ്, നിങ്ങൾക്ക് നോട്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബിരിയാണി കുക്ക് ചെയ്ത് വരുമ്പോഴത്തേനും 3 മണിക്കൂർ കഴിഞ്ഞ് 4 മണിക്കൂറായിട്ട് കാണും. അപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തീർക്കാൻ പറ്റില്ല. 3-5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി കൊണ്ട് തരുമ്പോൾ റൈസ് മാത്രമേ ഉള്ളൂ, ചിക്കൻ കാണത്തില്ല. റൈറ്റ്, സോ ദാറ്റ്സ് അനദർ ഇഷ്യൂ. ഇനി അപ്പോൾ നോട്ട് വേണം. സെമി കുക്ഡ് ആയിട്ടുള്ള മീൽ ഉണ്ടെങ്കിലേ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റൂ. ഇനി വേറൊരു കേസുണ്ട്. നോട്ട് ഉള്ളതുകൊണ്ട് മാത്രം ശരിയായോ? ഇല്ല. ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് സ്പൈസ് കുറഞ്ഞ് സോൾട്ടി അല്ലാത്ത, അല്ലെങ്കിൽ സ്പൈസ് കൂടി സോൾട്ടി ആയ വാട്ട് എവർ ഇറ്റ് ഈസ് ഒരു ഡിഷാണ്. ആൻഡ് വാട്ട് യു ആർ ഡൂയിങ് ഇസ് ദാറ്റ് യു ആർ കുക്കിംഗ് ജസ്റ്റ് ആ സെമി കുക്ഡ് ആയിട്ടുള്ള സാധനം എടുത്ത് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്ത് കൊണ്ടെത്തുന്നു. നമ്മൾ പല കടകളിലും മുടി വെട്ടാൻ പോയിട്ട് നമുക്കറിയാം, നമ്മൾ എന്ത് പറഞ്ഞാലും കാര്യമില്ല, അവരൊരു പ്രത്യേക രീതി വെട്ടിത്തരും. ഇങ്ങനെ കൊണ്ട കൊടുത്താൽ ഐ ബി ഡൂയിങ് വാട്ട്, ഞാൻ ബേസിക് ആയിട്ടുള്ള പൈസ ഒക്കെ പേ ചെയ്യും, ബട്ട് ഐ വിൽ നോട്ട് ബി ഗിവിംഗ് യു ടിപ്പ്. ഐ വിൽ ഗീവ് യു 4 മാർക്സ്, ബട്ട് ഐ വിൽ നോട്ട് ഗീവ് യു 5.5 മാർക്സ്, 6 മാർക്സ്. ഇല്ല, ആ ടിപ്പ് മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. എക്സ്ട്രാ മാർക്ക് മേടിക്കുക. അതിനെന്താണ്, ഞാൻ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഡിമാൻഡ് ചെയ്ത അതേപോലെയുള്ള
ഡിഷ് എനിക്ക് കൊണ്ടുത്തരണം. അപ്പോൾ ആ സെമി കുക്ക്ഡ് ഫുഡിനെ നിങ്ങളുടെ നോട്ട്സിനെ നിങ്ങൾ ആൻസർ റൈറ്റിങ്ങിലൂടെ ട്രാൻസ്ഫോം ചെയ്യണം. ഇത്രയുമാണ് UPSCയുടെ സിഗ്നിഫിക്കൻറ്റ്. ഒരു കഥയായിട്ട് പറയാമെങ്കിൽ ഇതാണ് UPSC. ഓക്കെ, അപ്പോൾ നോട്ട് മേക്കിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. നോട്ട് മേക്കിംഗ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. നമുക്ക് ബേസ് കണ്ടന്റ് തരും. ദെൻ യു ഇംപ്രൂവ് ത്രൂ നോട്ട് ടു ആൻസർ റൈറ്റിംഗ്. ദിസ് ഈസ് മൈ നോട്ട് ഫോർ യുവർ വ്യൂവർഷിപ്പ് പർപ്പസ്. എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി എൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ ഉണ്ടാക്കി എൻ്റെ നോട്ടിൽ കീപ്പ് ചെയ്ത നോട്ടാണ്. സോ ലുക്ക് അറ്റ് ഹിയർ. ഓക്കെ, സോ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഓരോ സബ്ജക്ട്സിനും ഐ ഹാവ് നോട്ട്സ്. GS2, GS1, GS2 ഗവർണൻസ് നോട്ടുണ്ട്, IR നോട്ടുണ്ട്, പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ടുണ്ട്, അല്ലേ, ഇന്ത്യൻ എക്കണോമിക് നോട്ടുണ്ട്. So everything I have note, and this particular one is about agriculture. Agriculture note on. So food processing in note under, agri insurance note under, agri market reforms in note under. Any food processing in note. How did I make a note? Okay, first of all, India facts under 10% India, nearly 80% in some developed countries. India India food processing sector under developed. Keywords, forward and backward linkages. Answer sunrise industry and vocal for local, Pradhanamantri Parna Karyam, one district, one product, why food processing is required, and henceforth out document. So, this is the note. Another very passage purpose shoot out. Getting an idea? So, this is how you prepare notes. Good? Any doubts? Okay. So, ഈ ഒരു നോട്ട് മേക്കിംഗ് നമുക്ക് ഭാവിയിലോട്ട് കാണാം. പക്ഷേ നോട്ട് മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ്, വെറുതെ കോപ്പി പേസ്റ്റ് അല്ല. നിങ്ങൾ ഇനി മുതൽ നാളെ മുതൽ നോട്ട് മേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഹിന്ദു കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ദൃഷ്ടി കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ IS ബാബ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് പോകരുത്. നോട്ട് ഈസ് സംതിങ് യു റോങ്. യു ഹാവ് ടു, നിങ്ങളുടെ കുക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നിങ്ങൾ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കേണ്ടത്. സോ ദാറ്റ് നിങ്ങൾക്ക് ടൈമിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ദാറ്റ് തിങ് ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. നൗ ദി നെക്സ്റ്റ് ആസ്പെക്ട് ഈസ് ഒബിയസ്ലി ആൻസർ റൈറ്റിംഗ്. സോ നിങ്ങൾ ഹാഫ് കുക്ക് ചെയ്ത് നോട്ട് ഉണ്ടാക്കി വെച്ചു. ഇനി നിങ്ങൾക്കിത് കസ്റ്റമർ വരുമ്പോൾ അല്ലെങ്കിൽ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് ബാക്കി ഹാഫും കൂടെ കുക്ക് ചെയ്ത് കുറച്ച് മസാലയൊക്കെ ഇട്ട് കുറച്ച് ഹീറ്റിംഗ് ഒക്കെ കൊടുത്ത് എഫിഷ്യൻ്റ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റും. സെർവ് ചെയ്യാൻ പറ്റുമ്പോൾ എന്താണ്, പ്രസന്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? നമ്മൾ കുറച്ച് സൈഡ്സ് ഒക്കെ വെച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ട് അല്ലെ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആൻസർ റൈറ്റിംഗ് നോക്കുന്നത്. വാട്ട് ഓൾ തിങ്സ് കംസ് അണ്ടർ അണ്ടർസ്റ്റാൻഡ് ആൻസർ റൈറ്റിംഗ്. സി ദിസ് ഇസ് ദ കീ പാർട്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടേ പറയുന്നുള്ളൂ. In the coming days, through the Mainscraft program, നമ്മൾ അതിൻ്റെ ഓരോ സെഷൻസ് എലാബറേറ്റ് ചെയ്ത് കാണിക്കാം. ബിക്കോസ് ഇത് പറഞ്ഞു വന്നാൽ മനസ്സിലാവുന്ന ഒരു കാര്യമില്ല, നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന് ആൻസർ റൈറ്റിംഗിലേക്ക് പോകുന്നത്? നമ്മൾ ഉടനെ കയറി ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നു, മുമ്പത്തെ ക്വസ്റ്റ്യൻ തന്നു, അത് നേരെ അങ്ങോട്ട് എഴുതാൻ പോവുമല്ലോ. യു ഹാവ് ടു ഗോ ത്രൂ സർട്ടൻ സ്റ്റെപ്സ് ആൻഡ് പ്രോസസ്സസ് whereby you finally draft an answer. Okay, so that's how we are going. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. Let's look at it. First of all, you are given a question. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? You have to deconstruct the meaning of the question. നമ്മൾ മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ വലിയ ബുദ്ധിമുട്ടില്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എളുപ്പമാണ്. പക്ഷേ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ക്വസ്റ്റ്യൻ ഓൺ കണ്ടോ, ഈ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ, ഇതിന്റെ ഹൗ ഫാർ ഡു യു ഹാവ് ടു ഡീകൺസ്ട്രക്ട് കോപ്പറേഷൻ, കോമ്പറ്റീഷൻ. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ടോട്ടൽ അർത്ഥം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. ദെൻ ഓൺലി നമുക്കൊരു ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമുക്ക് മനസ്സിലോട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അങ്ങ് എഴുതാന്നില്ല, പ്രോപ്പറായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡീകൺസ്ട്രക്ട് ചെയ്ത് അതിന്റെ മീനിങ് മനസ്സിലാക്കണം. Maybe you can convert it into Malayalam. നമുക്ക് മലയാളത്തിലാണ് ചിന്തിക്കാൻ എളുപ്പമെങ്കിൽ നമ്മൾ മലയാളത്തിൽ എടുക്കുക, അതിൻ്റെ ഓരോ പാർട്ട് മനസ്സിലാക്കുക. ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ആൻസർ റൈറ്റിംഗ്. സെക്കൻഡ് പാർട്ട് എന്താണ്? ഐഡന്റിഫൈങ് ദ ടോപ്പിക്. സബ് സിലബസിലെ സബ് പാർട്ടിലെ ഏതൊക്കെ കാര്യങ്ങളിൽ ഫ്രെയിം ചെയ്തിട്ട് ഏതൊക്കെ ലിങ്ക് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തേക്കുന്നത്. ഇനി അതനുസരിച്ച് വേണം നമ്മൾ എഴുതാൻ. പൊളിറ്റിയും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധമുള്ള ഒരു ക്വസ്റ്റൻ ആണോ, അല്ലെങ്കിൽ ഗവർണൻസും GS2 GS3 കൂടെ ക്ലബ് ചെയ്തിട്ട് GS2 ഉള്ള ഒരു ക്വസ്റ്റൻ ആണോ, അല്ലെങ്കിൽ അഗ്രികൾച്ചറും അഗ്രികൾച്ചറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൂടെ മിക്സ്, ക്ലൈമറ്റ് ചേഞ്ച് മിക്സ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണോ, അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പോകാൻ. ദാറ്റ്സ് എ സെക്കൻഡ് പ്രോസസ്. നൗ once we do all these two things, we have to structure the answer. Structure the answer in the sense intro, body. ഇതല്ല, ഈ ബോഡിക്കകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതും, ഏതൊക്കെ ഡയമെൻഷൻസ്, ഡയമെൻഷൻ 1, ഡയമെൻഷൻ 2, ഡയമെൻഷൻ 3, ഡയമെൻഷൻ 4, ഡിഫറെൻറ്റ് പാർട്സ്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ A, B, C സബ് പാർട്സ്.
ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ഫ്രെയിം ആദ്യമേ ഉണ്ടാക്കുകയാണ്, എന്നിട്ടാണ് നമ്മൾ ആൻസർ റൈറ്റിംഗിലേക്ക് പോകുന്നത്. സ്ട്രക്ചറിങ് ദി ആൻസർ ഇസ് ദ മോസ്റ്റ് ക്രിട്ടിക്കൽ പാർട്ട്, ദിസ് ഇസ് ദ മോസ്റ്റ് ഹാർഡസ്റ്റ് പാർട്ട്. അപ്പോൾ ഇതിനുള്ള ട്രെയിനിങ് ആയിരിക്കും നമ്മൾ ആദ്യത്തെ 2 വീക്കിൽ ചെയ്യുക. ആദ്യം ഡീകൺസ്ട്രക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻ, ദെൻ വിൽ ഗോ ഇൻ ടു സ്ട്രക്ചറിങ് ദി ആൻസർ. ആഫ്റ്റർവേർഡ്സ് നെക്സ്റ്റ് ഈസ് ദെൻ യു ഹാവ് ടു ഫ്രെയിം സ്ട്രക്ചർ ആൻസർ. നമ്മുടെ മൈൻഡിൽ ഒരു ഫ്രെയിം ഉണ്ടായി, ദെൻ യു ആർ ഗോയിങ് ടു റൈറ്റ് അബൌട്ട് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. ഈ ഒരു ഫ്ലോയിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ, ദെൻ ബോഡി ആൻഡ് ദെൻ കൺക്ലൂഷൻ. ഈ ഒരു രീതിയിൽ നമ്മൾ ആൻസർ എഴുതി കൺക്ലൂഡ് ചെയ്യും. ഇതൊക്കെയാണ് നമ്മുടെ ആൻസർ റൈറ്റിങ്ങിന്റെ കമ്പോണന്റ്. അപ്പോൾ ഇത് ഈ ഡീകൺസ്ട്രക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ആദ്യം തന്നെ കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റത്തില്ല, ഈ പ്രോസസ്സിലേക്ക് വരാൻ പറ്റില്ല. ഫസ്റ്റ് ഇത് ചെക്ക് ചെയ്യുന്നു, ഇതിനകത്ത് നമ്മൾ എഫക്റ്റീവ് ആവുന്നു, ദെൻ ഇത് എഫക്റ്റീവ് ആവുന്നു, ദെൻ സ്ട്രക്ചറിംഗിൽ എഫക്റ്റീവ് ആവുന്നു. അങ്ങനെയാണ് ആൻഡ് ലാസ്റ്റ്ലി വി ക്യാൻ ബ്രിങ് ഇൻ വാല്യൂ അഡീഷൻ. ഇങ്ങനെയാണ് നമ്മൾ, അതായത് നമ്മൾ ആൻസറൊക്കെ ഒരു പ്രോപ്പറായിട്ട് എഴുതാൻ സാധിച്ചതിന് ശേഷം നമ്മൾ ഓക്കെ എനിക്ക് 4 മാർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഇനി എങ്ങനെ ഇതിനൊരു 4.5 മാർക്കായിട്ട് 5.5 മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യും, അതാണ് വാല്യൂ അഡീഷൻ. ഇനി അതിന്റെ കൂടെ നമുക്ക് പറയാനുള്ള ഒരു എലമെന്റ് ആണ് റൈറ്റിംഗ് സ്റ്റൈൽ. ജസ്റ്റ് നമ്മൾ കണ്ടന്റ് എഴുതിയാൽ മാത്രം പോരാ, നമ്മുടെ റൈറ്റിംഗ് സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ആസ്പിറന്റ് വരുമ്പോൾ കൺസൈസ് ആയിരിക്കത്തില്ല, സസിങ്ക്റ്റ് ആയിരിക്കത്തില്ല. ഐ ഗിവ് യു എൻ എക്സാമ്പിൾ. Okay, this is an answer I got from one of my best students. Like she started picking up very soon, but ആദ്യത്തെ ആൻസർ this was like this, ഒരു വലിയ പാരഗ്രാഫ്. ദിസ് ഇസ് നോട്ട് എ ഗുഡ് ആൻസർ റൈറ്റിംഗ് സ്റ്റൈൽ. ഇത് കൊള്ളാം, പക്ഷെ ബാക്കി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ദിസ് ഇസ് നോട്ട് എ റൈറ്റ് വേ ടു റൈറ്റ് ആൻസർ. ഒരു ലോങ് പാരഗ്രാഫ് യു ഡോണ്ട് റൈറ്റ് ഈവൻ ഫോർ എസ്സേ. അപ്പോൾ GS നമുക്ക് എഴുതാനേ പറ്റത്തില്ല. സോ ആദ്യം നിങ്ങൾ പലരും എഴുതുന്നത് ഈ കൺസൈസ് അല്ലാതെ സസിങ്ക്റ്റ് അല്ലാതെയുള്ള ഈ ടൈപ്പ് ഓഫ് പാരഗ്രാഫ് റൈറ്റിംഗ് ആയിരിക്കും. അത് നമുക്ക് ഫസ്റ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സ്റ്റാഫിലെ ആദ്യത്തെ ടാസ്ക്. ദെൻ യു മൂവ് ഇൻ ടു, പക്ഷേ എക്സ്പ്ലനേറ്ററി ആണ്ടാന്നല്ല, വെറുതെ പോയിന്റ്സ് പെറുക്കി എഴുതുക എന്നുള്ളതല്ല, പക്ഷേ ഇത് തമ്മിലുള്ളൊരു ബാലൻസ്. സോ വൺസ് വി കട്ട് ഡൗൺ ഓൺ ദിസ് വിൽ ബി ഫോക്കസിങ് ഓൺ ദ റെസ്റ്റ് ഓഫ് ദി ഫാക്ട്. യു നീഡ് ടു ഹാവ് സബ്സ്റ്റാൻഷ്യേറ്റ്. നിങ്ങളൊരു കാര്യം പറഞ്ഞു, യു ഷുഡ് ബി എക്സ്പ്ലെയിനിങ് ഇറ്റ് ഫുള്ളി. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലെ ഗ്രോത്ത് കുറവാണെന്ന് പറഞ്ഞു, ഓക്കെ യു ഹാവ് ടു ഗിവ് എൻ എക്സാമ്പിൾ, എ ഫാക്ട്, ആൻഡ് ദെൻ യു ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ. നിങ്ങൾ എന്താണ് ആദ്യം സൊല്യൂഷൻ എഴുതി പിന്നെ റീസൺ എഴുതരുത്. വൈ ഈസ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. ആദ്യം നിങ്ങൾ സൊല്യൂഷൻ എഴുതിയിട്ട് പിന്നെ പോയിട്ട് കോസസ് എഴുതരുത്. ആ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യും. സ്മോൾ തിങ്സ്, ബട്ട് ദീസ് ആർ ദ തിങ്സ് യു ഹാവ് ടു ഫസ്റ്റ് അഡ്രസ്. ഓക്കെ, അതാണ് ആൻസർ റൈറ്റിംഗ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ആൻസർ റൈറ്റിംഗിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ റൈറ്റിംഗ് മാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വിൽ ബി സ്ട്രഗ്ലിംഗ് വിത്ത് പ്രോസസ്. റൈറ്റ്, ഇത്രയും കാര്യങ്ങൾ വല്ല പേടിക്കരുത്. വിൽ കം ടു ദാറ്റ്. Now, after this, we'll be coming to something like this. That's the topper answer copy. See how beautifully she is presenting it. A small introduction, keywords, choichirikkunna art of metal inde karyangal, keywords undu, or conclusion. And explain, certainly figure ഒക്കെ വരച്ച് explain ചെയ്തിട്ടുണ്ട്. Right, points കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ വലിച്ചു നീട്ടിയുള്ള പാരഗ്രാഫ് എഴുതി സമയം കളഞ്ഞിട്ടില്ല. വളരെ കൃത്യമായിട്ട് ഷാർപ്പായിട്ട് പോയിന്റ്സ് പ്രസന്റ് ചെയ്തിരിക്കുന്നു. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസിഷനാണ് നമ്മുടെ ആൻസർ റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് വിചാരിക്കരുത്. ഇറ്റ് ടേക്സ് ടൈം ആൻഡ് പേഷ്യൻസ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, മെയിൻ സ്റ്റാഫിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മളിത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. സി ദി ഐഡിയ ഈസ്, ഇതും കൂടെ പറഞ്ഞിട്ട് വിൽ കൺക്ലൂഡ്. ദി ഐഡിയ ഈസ്, നമുക്കിത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. വി ഹാവ് ടു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലേൺ ദിസ് പ്രോസസ്. സോ ദാറ്റ്സ് വൈ വി ഹാവ് ഡിസൈൻ മൈക്രോ ടെസ്റ്റ് വെയർ ബൈ 3 questions would be there in a day. In couple of 3 after 4 days there will be a test, and in that test 3 questions would be there. അപ്പോൾ ആദ്യം ഞാൻ എന്താ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ കൺസൈസ് ആക്കുക, നിങ്ങളുടെ പാരഗ്രാഫ് സ്റ്റൈലിംഗ് മാറ്റുക, പോയിന്റ് വൈസ് നൈസായിട്ട് എക്സ്പ്ലനേഷൻ ബാലൻസിങ് സസിങ്ക്റ്റ് ആയിട്ട് എഴുതാൻ പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഓരോ സ്റ്റെപ്പ്, ഓരോ മൈക്രോ ടെസ്റ്റും നമ്മൾ ഓരോ ഐഡിയാസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് അധികം ക്വസ്റ്റൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എഴുതിയും ഫീഡ്ബാക്ക് തരികയും നമുക്ക് എഫക്റ്റീവ് ആകത്തില്ല. നമ്മൾ പറയുന്ന പകുതിയും മറന്നു. അപ്പോൾ 3 ക്വസ്റ്റ്യൻ അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നു. ആൻഡ് ദെൻ ഐ വിൽ ഗിവ് on feedback. These things are there. നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി. ഐ എം നോട്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിലബസ് ബ്രീഫിംഗ് ആണ്. ഓരോ ദിവസവും നിങ്ങൾ എന്തൊക്കെ നോട്ട്സ് ആണ് ഉണ്ടാക്കേണ്ടത്, എങ്ങനെ എത്രത്തോളം ഡെപ്തിൽ ഉണ്ടാക്കണം, നമ്മൾ ക്ലിയർ ആയിട്ട് പറയും. ദാറ്റ് ഗിവ് എൻ ഐഡിയ ഹൗ ടു ഗോ അബൌട്ട് ദിസ് തിങ്. ഇത് നിങ്ങൾ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദീസ് തിങ്സ് ഷുഡ് ബി യുവർ ഗൈഡ് ലൈൻസ്. ഇനി മോർ ദാൻ ദാറ്റ്, ജസ്റ്റ് ഗോയിങ് ബിയോണ്ട് ദിസ്, ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം ഹൗ ടു ഗോ ഹെഡ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. സി സ്ട്രാറ്റജി സെഷൻസ് ഇതുപോലത്തെ സെഷൻസ് ആണ്. ലെറ്റ്സ് കീപ് ദാറ്റ് ഇൻ ദേർ. നിങ്ങൾ ഒബ്വിയസ്ലി യു ഷുഡ് ബി certainly you should be looking at toppers notes and copies. That will give you good idea. Okay, ടോപ്പേഴ്സിന്റെ കോപ്പി വിഷൻ IASലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. കോപ്പി കിട്ടുമ്പോൾ അതിന്റെ ഡേറ്റ് ചെക്ക് ചെയ്യുക. ഇത് അവർ പാസ്സായ സമയത്ത് എഴുതിയതാണോ. അപ്പം 2019 പാസ്സായ ഒരാൾ 2017 എഴുതിയ കോപ്പി ആണെങ്കിൽ ഒരു കാര്യം, 2019 എഴുതിയ ആൾ ആ സമയത്ത് അടുത്ത് എഴുതി, അല്ലെങ്കിൽ 20 പാസ്സായ ആ സമയത്ത് അടുത്ത് എഴുതിയതാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ടോപ്പേഴ്സിന്റെ കോപ്പീസ് നോക്കുക. സി ഹൗ ദേ ആർ റൈറ്റിംഗ് ദിസ് ആൻസർ. ഓക്കെ, ടോപ്പേഴ്സിനോടുള്ള കമ്പാരിസൺ അല്ല, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമുക്ക് മനസ്സിലാക്കാം ഇവരെങ്ങനെയാണ് എഴുതുന്നത്. വെരിഫൈഡ് ആകാനുള്ളതല്ല, ഇവരെങ്ങനെയാണ് എഴുതുന്നത്, ഇവരുടെ പ്രോസസ്സ് മനസ്സിലാക്കാം. ആൻഡ് ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഡോണ്ട് ഗെറ്റ് ഓവർവെൽംഡ്. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്.
ഓക്കെ, ഇന്ന് എൻ്റെ പ്രൊജക്ട്സ് വെച്ചിട്ട് ഞാൻ കുറേ പ്രൊജക്ട്സ് വന്നപ്പോൾ ഞാൻ ഓവർഡായി. വി ഡു ദാറ്റ്. സോ ഡോണ്ട് ഗെറ്റ് ഓവർവെൽഡ്, സിംപ്ലിഫൈ തിങ്സ്. ഒരൊറ്റ ടാർഗറ്റ്, ഒരു വീക്കിൽ ഒരു 2 വീക്ക് കൂടുമ്പോൾ ഒറ്റ ടാർഗറ്റ് മതി. ആദ്യത്തെ ടാർഗറ്റ് മോസ്റ്റ്ലി പിള്ളേർക്ക് വേണ്ടത് പാരഗ്രാഫ് സ്റ്റൈലിൽ നിന്ന് ഒരു ബ്രീഫായിട്ട് എഴുതാൻ പറ്റും. ആ ഒറ്റ ടാർഗറ്റ് 2-3 ടെസ്റ്റുകൾക്ക് നമുക്ക് ആ ഒരു ടാർഗറ്റ് മാത്രം മതി. അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. സോ എല്ലാത്തിനെ കുറിച്ച് ചിന്തിക്കരുത്. ഒരു ക്വസ്റ്റൻ എങ്ങനെ എഴുതാം, ബാക്കി കാര്യങ്ങളൊക്കെ പോട്ടെ. പാരഗ്രാഫ് സ്റ്റൈലിൽ നിന്ന് പോയിന്റ് സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ ഒരു സ്മോൾ പാരഗ്രാഫ് സ്റ്റൈലിലേക്ക് ഒരു ട്രാൻസിഷനാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഗ്രാജുവലി ചെയ്താണ് നമുക്ക് ചേഞ്ച് വരുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് ചേഞ്ച് കാണാൻ പറ്റില്ല, 2 ദിവസം ചേഞ്ച് കാണാൻ പറ്റില്ല, പക്ഷേ 4ാമത്തെ 5ാമത്തെ ദിവസം നിങ്ങൾക്ക് ആ പ്രോസസ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ ചേഞ്ച് കാണാൻ സാധിക്കും. ദാറ്റ്സ് എ പ്രോമിസ്. ദാറ്റ്സ് സംതിങ് ഐ ലേൺ ഫ്രം മൈ എക്സ്പീരിയൻസ്. ഐ ഓൾവേസ് ഓൾസോ തിങ്ക് ഐ cannot write properly, I cannot change my presentation, but we are able to do all those things. ഇപ്പം എൻ്റെ കഴിഞ്ഞ അറ്റംപ്റ്റിലെ പേപ്പറും ഈ വർഷം ഞാൻ ആൻസർ റൈറ്റിംഗ് ചെയ്തപ്പോൾ നമുക്ക് പേപ്പറും കണ്ട presentation wise you would say like what happened, അല്ലെങ്കിൽ how did you change kind of situation. It's doable. It's not a big deal, it's doable. So ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. Answer writing is the crux of this. You have to be ready for this. So if there is any doubt, we'll take it. Hello, any doubts? Just a thing, നാളത്തെ സെഷൻ വരുന്നത് essay and general strategies ആണ്. So if you can ask your doubts to Reshma is full person. അപ്പോൾ probably we'll meet in the same Sir, 7. Yeah. ഈ GS-നൊക്കെ ഇൻട്രോയും കൺക്ലൂഷനും നമുക്ക് ഞാനതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ. Okay. അപ്പോൾ രേഷ്മ വുഡ് ബി ഹിയർ. essay കുറിച്ചായിരിക്കും. essay she will be briefing on essay. She is a English literature graduate, postgraduate, so she's really good in essay. So she'll be briefing you like how to go about this essay, and the Q&A session would be generalistic in perspective. You can ask like half an hour Q&A would be there. You can ask her. So we'll coordinate in that way. So നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊരു എഴുതി ഒന്ന് റെഡി ആയി ഇരിക്കുക. then you can ask. നമുക്കൊരു ബഹളം ഒക്കെ 50-60 പേരുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചോദിച്ചാൽ ടൈറ്റ് ആയി പോകും. So yeah, you can keep that. This video YouTube will upload to you. Yeah, probably I will do that. Yeah, okay. That is Akhil, right? Akhil, you can ask him. സർ അർജുനായിരുന്നു. Arjun, yeah, Arjun. നമുക്ക് ഈ ഇൻട്രോയും കൺക്ലൂഷനും നേരത്തെ തന്നെ ഒരു പ്രീ ടെംപ്ലേറ്റ് പോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ? തീർച്ചയായും. സി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഹാഫ് കുക്ക് മീൽ എന്നുള്ള ഇതാണ്. നമ്മളൊന്നും അവിടെ പോയി ഫുള്ളി കുക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല. വി ആർ മേക്കിംഗ് തിങ്സ് ബിഫോർ ഹാൻഡ്. നിങ്ങൾ ആ എക്സാം ഹോളിൽ ഒരു ഡയഗ്രാം യൂസ് ചെയ്യണം, ഒരു മാപ്പ് വരയ്ക്കണം. ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച് റെഡിയായി വെച്ച കാര്യങ്ങളാണ്. അവിടെ പോയി നമ്മളൊന്നും പ്രത്യേകമായിട്ട് പുതുതായിട്ട് കണ്ടുപിടിക്കുന്നില്ല. സോ ഇഫ് യു ഹാവ് സി ഐ ഹാവ് എൻ ഇൻട്രൊഡക്ഷൻ ഫോർ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ്. പല ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ട്, ഗാന്ധി എക്സെട്ര. സോ അപ്പോൾ ഞാൻ ഒരു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് വാസ് ലെഡ് ബൈ people from different backgrounds, different directions, but united by one feeling, that's the freedom of India. And then the second paragraph, second line ഞാൻ എഴുതും എന്താണ്, ഇപ്പോൾ ഗാന്ധി ആണെങ്കിൽ ഗാന്ധി, ടാഗോർ ആണെങ്കിൽ അങ്ങനെ എഴുതും. Okay, so I have this introduction set form. ഇനി വേറെ എക്സാമ്പിൾ പറയുമെങ്കിൽ insurgency in Northeast. I have one thing, I have an introduction in my mind. ഞാൻ അതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. That is, Northeast is blessed by resources, people and natural environment, but hampered by developmental disparity. And then I will mention ആ ക്വസ്റ്റിൻ്റെ suited ആയിട്ടുള്ള ഒരു സെക്കൻഡ് ലൈനും കൂടെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഫ്രെയിം ചെയ്യും. സോ ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ നമുക്ക് മാക്സിമം, എല്ലാത്തിനൊന്നും പറ്റത്തില്ല, ഒരു 5-6 ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം സെറ്റ് ചെയ്ത് വെക്കാം. ദാറ്റ് സേവ്സ് യുവർ ടൈം, ദാറ്റ് ബ്രിങ്സ് ക്വാളിറ്റി ടു യുവർ ആൻസർ. യെസ്, ഇല്ല, എസ് എസ് സെഷൻ നാളെയാണ്. ഞാനത് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ടുഡേ ഈസ് ജനറൽ ഓറിയന്റേഷൻ, ടുമോറോ ഈസ് എസ് എസ് സെഷൻ. 7 PM, same time. So, any other doubts? സർ, പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്ന് പറയാം. അതിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. Okay, so you can contact me directly. Michael_CSE ലായിരുന്നു. You can reach me there. We'll talk. ഞാൻ കുറച്ച് പേര് എടുക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു
ഞാൻ 15 പേരെയാണ് ഉദ്ദേശിച്ചത്. ഒരു 13 ആൾക്കാർ ഓൾറെഡി ഉണ്ട്. സോ വിൽ സി. യു ക്യാൻ മെസ്സേജ് മീ ആഫ്റ്റർ ദാറ്റ്. മെസ്സേജ് ചെയ്യാം. ഐ വിൽ സി. ഓക്കെ സർ, താങ്ക് യു. സർ രശ്മ, ഹായ്. സർ, നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പഠിക്കുമ്പം എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നുള്ളത് പലപ്പോഴും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ഒരു ടോപ്പിക് എടുത്ത് വെക്കുമ്പോൾ. ഓക്കെ, ഹൗ ക്യാൻ വി ഡു ദാറ്റ് എന്നുള്ളതാണ് ചോദ്യം. യെസ്. See, syllabus is there. In syllabus in the split under, and beyond that, mostly we have previous year questions. So we are following the pattern of these previous year questions, right? About the idea that everyone and the can and then we try to go along that way. And then the next step is test series. Test series following idea, right? These type of questions are okay. These people are framing these kind of questions, so you should be studying them. ഇത്രയും 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്കത് ഐസൊലേഷനിൽ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. രശ്മി ഉൾപ്പെടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കണം, സിലബസ് നോക്കണം, ദെൻ ദീസ് തിങ്സ് യു ഹിയർ എവരിവെയർ. ദി ഇഷ്യൂ ഇസ് ദാറ്റ് യു ഹാവ് ടു ബ്രിങ് ഓൾ ദീസ് ടുഗദർ. സോ ഒരു ടോപ്പിക് പഠിക്കാനിരിക്കുമ്പോൾ യു ഹാവ് ടു ഹാവ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻ യുവർ ഹാൻഡ്, യു ഹാവ് ടു ഹാവ് സിലബസ് ഇൻ യുവർ ഹാൻഡ്, ആൻഡ് യു ഹാവ് ടു ഹാവ് സം ടെസ്റ്റ് സീരീസ്, സം കൈൻഡ് ഓഫ് റഫ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ് ടോപ്പിക്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം ഇത് വായിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ വരും. ഫൈൻ. വൺ ഡേ അല്ല, ഒരാഴ്ച 2 ആഴ്ച പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. ലൈക്ക് questions are framed this way and I have to study this much. Mains prelims പോലെയല്ല. Mains more predictable than prelims. You can identify the themes that are they going to ask. അതെങ്ങനെ അവർ ചോദിക്കുന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. തീംസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ പ്രാക്ടീസ് ഇറ്റ് കംസ്. You can use these sources and try to see as much of questions possible. നമ്മൾ പ്രിലിംസ് എന്താ ചെയ്യുക, കുറേ MCQ സോൾവ് ചെയ്യും. മെയിൻസിന് സെയിം കാര്യമാണ്, പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം ക്വസ്റ്റ്യൻസ് കാണാൻ ശ്രമിക്കുക, സ്ട്രക്ചർ ചെയ്യാൻ ശ്രമിക്കുക, ആൻസർ എഴുതാൻ ശ്രമിക്കുക. ആഫ്റ്റർ പോയിന്റ് യു വിൽ സ്റ്റാർട്ട്, യു ക്യാൻ ബിൽഡ് യുവർ ഓൺ ക്വസ്റ്റ്യൻസ്. ആ ഒരു പ്രൊഫഷൻസി വരും. യു ഹാവ് ടു സീ മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് ആസ് ഫാർ ആസ് മെയിൻസ് റൈറ്റിംഗ് ഇസ് കൺസേൺഡ്. ഓക്കെ സർ, താങ്ക് യു. സർ, നോട്ട് മേക്കിങ്ങിനെ കുറിച്ചായിരുന്നു. സർ, പേഴ്സണൽ ആയിട്ട് നോട്ട് മേക്കിംഗ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് ലൈക് കറണ്ട് അഫയേഴ്സ് എസ്പെഷ്യലി ഹിന്ദു ന്യൂസ് പേപ്പർ ഉദ്ദേശിച്ച് മാത്രമാണോ, അതോ അതല്ലാണ്ട് ലൈക്ക് ഇപ്പം വേറെ നമ്മള് സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് പഠിക്കുന്ന സോഴ്സസിനും നോട്ട് ഉണ്ടാകും? അപ്പൊ ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട? എനി ടോപ്പിക് മെയിൻസ് ആണോ യു ഹാവ് ടു ഹാവ് നോട്ട്സ്. ബിക്കോസ് പ്രിലിംസിൽ എന്താണ് നമുക്ക് കണ്ടിട്ട് റെക്കഗ്നൈസ് ചെയ്താൽ മതി. മെയിൻസിൽ അങ്ങനെയല്ല, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം, നമുക്ക് മനസ്സിൽ നിന്ന് എഴുതണം. നമുക്ക് ക്യൂസ് ഒന്നുമില്ല, നമുക്ക് ഇത് നോക്കിയിട്ട് ഇത് ശരിയാന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എഴുതണം. അപ്പൊ അതിന് അതുപോലെ മെയിൻസിന് സ്പെസിഫിക് ആയിട്ടൊരു ബുക്കില്ല. അപ്പൊ നമുക്കിപ്പം മോഡേൺ ഇന്ത്യക്ക് ആണെങ്കിലും NCERT ഒരു പരിധി വരെ ഓക്കെയാണ്, പക്ഷെ ബിയോണ്ട് ദാറ്റ് യു നീഡ് സം നോട്ട്. അംബേദ്കറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സുഭാഷ് ചന്ദ്രബോസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ NCERT നിങ്ങൾക്ക് കുറച്ച് പോയിന്റ് കിട്ടും. ബിയോണ്ട് ദാറ്റ് യു ഹാവ് സുഭാഷ് ചന്ദ്രബോസിന്റെ കോൺട്രിബ്യൂഷൻ ചോദിച്ചാണ് കഴിഞ്ഞ വർഷം തോന്നുന്നു GS പേപ്പർ 1. അപ്പൊ അതിൽ കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് നോട്ട് വേണം. ഇനി ഈ നോട്ടില്ലാത്ത കുഴപ്പം നമുക്ക് കുറേ ബുക്കുകൾ വായിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്കും ഇതൊന്നും റിവൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടെയൊക്കെ വായിക്കുന്നു അത് നോട്ടിലേക്ക് കൊണ്ടുവരിക. പിന്നെ നമുക്ക് എന്താണ് എക്സാമിന് മുമ്പ് ജസ്റ്റ് ഇത് വായിക്കുന്നു. ഫൈൻ, ആൻസർ. ലെറ്റ്സ് സീ. ഹോൾഡ് ഓൺ എ സെക്കൻഡ്. എൻ്റെ നോട്ട് കാണാം അല്ലേ? കാണാം സർ, കാണാം. ഇപ്പൊ അംബേദ്കറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഐ ഹാവ് എ നോട്ട്. അംബേദ്കറിന്റെ കോൺട്രിബ്യൂഷൻ, അംബേദ്കറിന്റെ അവർ തമ്മിലുള്ള വ്യത്യാസം, പൊളിറ്റിക്കൽ വ്യൂ, സോഷ്യൽ കൾച്ചർ വ്യൂ, ഗാന്ധി നാഷണലിസം, എംഫസിസ് ഓൺ ഗാന്ധി, ഖാദി, ആൻഡ് അംബേദ്കർ ഇൻഡസ്ട്രിയലൈസേഷൻ, സോഷ്യൽ പാറ്റേൺ ഓഫ് സൊസൈറ്റി. സോ ഐ ക്ലിയർലി ഹാവ് ദിസ് തിങ്. എനിക്കിത് ജസ്റ്റ് അങ്ങ് വായിച്ചിട്ട് പോയാൽ മതി, വേറെ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ജ്യോതിബ ഫുലെയുടെ കോൺട്രിബ്യൂഷൻസ്, റൈറ്റ്. സോ സിമിലർലി ഐ ഹാവ് അതർ നോട്ട്സ് ലൈക്ക് ഗാന്ധി, ടാഗോർ, തിലക്, വിമൻസ് റോൾ ഇൻ നാഷണൽ മൂവ്മെന്റ്. ഇപ്പോൾ ഓരോ വിമന്റെ കാര്യങ്ങളുണ്ട്. സോ ഐ ഹാവ് ദീസ് തിങ്സ് റെഡി. മനസ്സിലായോ? അപ്പം ഇത് സ്റ്റാറ്റിക് ആണെങ്കിൽ യു നീഡ് ടു ഹാവ് ദാറ്റ് നോട്ട്. സർ, അപ്പൊ ഇതിന്റെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് എല്ലാ സ്റ്റാറ്റിക് പോസ്റ്റുകളിൽ നോട്ടും കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ അത് സിലബസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് രണ്ടിനും ഗൈഡ് ലൈൻ സിലബസും കറണ്ട് അഫയേഴ്സും ആണോ? സിലബസും കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് GS3 ഇൻസ്പയർഡ് ആയിട്ട് വരുന്നത്. കറണ്ട് അഫയേഴ്സ് ആയിരിക്കണമെന്നില്ല, പക്ഷേ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആ ടോപ്പിക്സ് വരും. സോ വെൻ യു സീ എ ടോപ്പിക് റിക്കറിംഗ്ലി കമ്മിങ് ഇൻ ന്യൂസ്, യു ഹാവ് ടു മേക്ക് എ നോട്ട് ഓൺ ദാറ്റ്. അപ്പോൾ നമ്മൾ കുറഞ്ഞ ദിവസം കണ്ടില്ല, ജുഡീഷ്യൽ കാര്യങ്ങളെ കുറിച്ച് കുറേ റിക്കറിംഗ് ന്യൂസ് ആണ്. സോ വിൽ മേക്ക് എ നോട്ട് ഓൺ ദാറ്റ്. വേറെ എന്താ റിപ്പീറ്റ് ആയിട്ടുള്ള ഇന്ത്യ അഫ്ഗാൻ റിലേഷൻഷിപ്പ്, വിൽ മേക്ക് എ നോട്ട് ഓൺ ദാറ്റ്. അല്ലെങ്കിൽ കോഡ്, വിൽ മേക്ക് എ നോട്ട് ഓൺ ദാറ്റ്. കോഡ് ചോദിച്ചു 2020 ചോദിച്ചു. ഇഫ് യു ഹാവ് എ നോട്ടില്ലെങ്കിൽ വിൽ സ്ട്രഗിൾ ഇൻ ദി എക്സാം ഹോൾ. നമുക്ക് കാര്യങ്ങൾ അറിയായിരിക്കും, പക്ഷേ 7 മിനിറ്റിനുള്ളിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. അതിനാണ് നോട്ട്സിന് ഇമ്പോർട്ടൻറ്റ്.
Right. Any other doubts? Yeah, cool. So 8:59. If you have any doubts, I'll take that. Otherwise, we'll conclude. And tomorrow we will meet. I expect you to pay more attention to Reshma than me. Reshma is good. She's my friend also. Like she will be able to give you a lot of valuable insights. All സർ right. Yeah. ഒരു സംശയം അവിടെ. Reshma, നമ്മളിപ്പം ഒരു സംഭവം ഉണ്ടായി, അതേ ചുറ്റിപ്പറ്റി ഒരുപാട് ആർട്ടിക്കിൾസ് വരും, ഇപ്പൊ എഡിറ്റോറിയൽസ് തന്നെ വരും. അപ്പൊ നമുക്ക് അതേ സംബന്ധിച്ച് UPSC മെയിൻസിൽ ചോദ്യം ചോദിച്ചാൽ തന്നെ നമുക്ക് അത് എത്ര കണ്ട് എഴുതാൻ പറ്റും? കുറച്ച് കാര്യങ്ങളല്ലേ നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. See, ഒരു അപ്പൊ article നമുക്ക് വായിച്ചാൽ സർ പറഞ്ഞു. Yeah, go on. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ ഒരു ഇപ്പൊ ഈ സാർ ഇപ്പൊ ഇത്രയും കൺസൈസ് ആയിട്ട് എഴുതി അതെങ്ങനെ നമുക്കത് എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു നോട്ട്സിലോട്ട് നമുക്കത് എന്തൊക്കെ വേണം വേണ്ട എന്ന് നോട്ട്സ് മേക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശരിയായിട്ടാണോ തെറ്റായിട്ടാണോ ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. അതിന് പ്രസക്തിയില്ല. നമ്മൾ ആദ്യം മേക്ക് ചെയ്ത് പോവുക, ദെൻ വി കീപ്പ് ഓൺ ഇംപ്രൂവിങ്. സോ ആ ഒരു ശരിയായിട്ടാണോ തെറ്റാണോ ചെയ്യുന്നുള്ള ഒബ്സഷൻ വേണ്ട, ബട്ട് യു കീപ്പ് ഓൺ റിവ്യൂയിങ്. അത് പോയിന്റ് ഈസ് ദാറ്റ് ഒരു ആർട്ടിക്കിൾ വന്നതിനകത്ത് കുറേ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. നമുക്ക് വേണ്ടത് ഒരു പോയിന്റ് ആണ്. ഫസ്റ്റ് റൂൾ ഈസ് ദാറ്റ് ഈ ഒരു പോയിന്റ് നമുക്ക് പേപ്പറിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റോറി വായിച്ചു, നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇഫ് യു ആർ സെയിങ് നക്സലിസം ഇൻ ഇന്ത്യ, ദി ആർട്ടിക്കിൾ ഈസ് സെയിങ് നക്സലിസം ഇൻ ഇന്ത്യ റൈസ് ഫ്രം ട്രൈബൽ ഇഷ്യൂസ്, ലാൻഡ് എലിനേഷൻ, ബ്ലാ 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അതിന് പിക്ക് ചെയ്യാൻ പറ്റും എന്താണ് ലാൻഡ് എലിനേഷൻ ഇസ് ഇഷ്യൂ. അപ്പോൾ നമ്മൾ ഒന്ന് എസ് എ പേപ്പർ വായിച്ചു, പിന്നെ രണ്ടാമത് വായിക്കുമ്പോൾ നമുക്ക് ഒരു പാരഗ്രാഫിലൂടെ എന്താണ് ഓതർ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ആ ഐഡിയ പിക്ക് ചെയ്യുക, ആ ഐഡിയ നോട്ടിൽ എഴുതി വെക്കും. മനസ്സിലായോ? ഇപ്പോൾ വേറെ എന്താണ് ഇഷ്യൂ റീസെൻ്റ്ലി ഉള്ളത്, സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ ഇന്ത്യ. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആർട്ടിക്കിളിനകത്ത് കുറേ കഥകൾ കാണും. പക്ഷേ എവിടെയൊക്കെ അവിടെ പറയാം എന്താണ് പൂർ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രിപ്പയർനെസ്, അല്ലെങ്കിൽ ലോ ഡിജിറ്റൽ ലിറ്ററസി. ഇത് ലോ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് കുറേ പോയിന്റ്സ്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ നമ്മളവിടെ പിക്ക് ചെയ്യണത് ഈ ഒരു ഐഡിയ നമ്മൾ അവിടെ എഴുതി വെക്കും. അതിനൊരു എക്സാമ്പിൾ കൊടുക്കും. ഓക്കെ, ഇത് അഗെയിൻ ഇതൊരു പ്രാക്ടീസിലൂടെ വരുന്ന കാര്യമാണ്. കോൺസ്റ്റന്റ്ലി ഹാവ് ടു റിവ്യൂ. പിന്നെ നിങ്ങൾ ആൻസർ എഴുതണം. ആൻസർ എഴുതി നിങ്ങളൊരു ആർട്ടിക്കിൾ വായിക്കാൻ എന്നിട്ട് പോയി ആൻസർ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എഴുതിക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ എഴുതിക്കുന്ന നോട്ടിലെ പല കാര്യങ്ങളും യൂസബിൾ അല്ല നമ്മൾ എഴുതുന്ന ആൻസറിൽ. അപ്പോൾ നമ്മളത് ഒന്നുകൂടെ റിഫ്രൈസ് ചെയ്യും. പിന്നെ നിങ്ങൾ കീ നോക്കണം. ഓക്കെ, ടെസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ അതിന്റെ കീ ഉണ്ടല്ലോ, ആ കീ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇന്ന പോയിന്റ്സ് ആണ് വരേണ്ടത്, എന്നാലേ അത് ആൻസറിലേക്ക് എഴുതി പിടിപ്പിക്കാൻ പറ്റുള്ളൂ. സോ ആൻസറിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് തമ്പ്. ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ ദാറ്റ് പോയിന്റ് ഹാസ് നോട്ട് അലൗഡ്. ഓക്കെ സർ, അപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി ഒരുപാട് എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ കാണുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചോ. പിന്നെ ഒരു ദിവസം നോട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഒരിക്കലും ഒരു ദിവസമല്ല. ഒരു ടോപ്പിക്കിന്റെ നോട്ട് നിങ്ങൾ ഒരു ദിവസം എഴുതി ഫിനിഷ് ചെയ്യുന്നില്ല. അതൊരു കോൺസ്റ്റന്റ് പ്രോസസ്സാണ്. സോ ഒരു നോട്ട് നമുക്ക് ഓവർ 1 വീക്ക് 2 വീക്ക് സമയത്ത് അല്ലെങ്കിൽ 2-3 മാസം കൊണ്ടൊക്കെ ഫിനിഷ് ചെയ്താൽ മതി. നോട്ട് ഫിനിഷ് ചെയ്യണമെന്നില്ല, നിങ്ങൾ കിട്ടുന്ന പോയിന്റ് കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നോട്ട് ടേക്കിംഗ് നമുക്കൊരു സെപ്പറേറ്റ് സെഷൻ വെക്കാം. ഓക്കെ സർ, താങ്ക് യു. Anmol is asking how should we keep revising? Nothing. You need to revise maximum time. So one strategy I would say is that ഇപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങൾ ഹിസ്റ്ററി പഠിക്കാൻ നോക്കും, ദെൻ അടുത്ത വീക്ക് നിങ്ങൾ ജോഗ്രഫി പഠിക്കാൻ നോക്കും. സോ ഈ വീക്ക് ഹിസ്റ്ററി പഠിച്ചു, അടുത്ത സൺഡേ നിങ്ങൾ റിവിഷൻ വേണ്ടി വരും. ഏത് ഹിസ്റ്ററിയുടെ റിവിഷൻ. സോ എന്താണ് റിലേ ലേണിംഗ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് റിവിഷൻ നമുക്ക് വേണം. ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് പിന്നെ നമ്മൾ വായിക്കാതിരിക്കുകയല്ല. ഒരു ടോപ്പിക്ക് പഠിച്ചു, അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ ഒരു റീക്യാപ്പ്, പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഒരു റീക്യാപ്പ്, പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ റീക്യാപ്പ്. അങ്ങനെ എല്ലാ സബ്ജക്ട്സും റീക്യാപ്പ് ചെയ്ത് പോവുക. പിന്നെ മാക്സിമം ടൈം റീഡ് ചെയ്യും. മാക്സിമം ടൈം റീഡ് ചെയ്താൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടന്റ് പഠിച്ചോളൂ, ബൈ ഹാർട്ട് ആയിക്കോളൂ, അല്ലെങ്കിൽ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് വന്നോളൂ. അത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു സ്പേസ്ഡ് ആയിട്ടുള്ള ഇന്റർസ്പേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ. കൃത്യം ഇന്റർവെൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഗെറ്റ് മീ? So we'll call it a day. 1 മണിക്കൂറായില്ല, ലേറ്റ് ആവുന്നു. സോ people will be having different programs. I'll be here, so we'll keep more and more such sessions. മെയിൻ സ്റ്റാഫിനകത്തും മെയിൻ സ്റ്റാഫിന് പുറത്തായിട്ട് നമുക്ക് വല്ലപ്പോഴൊക്കെ ഓപ്പൺ സെഷൻ വിൽ മീറ്റ് ഹിയർ. സോ യാ, ദാറ്റ്സ് ഓക്കെ, വി ക്യാൻ ഡു ദാറ്റ്. രേഷ്മയോട് ഡൗട്ട് ചോദിക്കാനുള്ളത് നിങ്ങൾ കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആയിട്ട് വരിക. ബിക്കോസ് എന്നെ പോലെ അല്ലല്ലോ, സമയം വളരെ കുറവുള്ള ആളാണ്.
ഇപ്പോൾ മോസ്റ്റ്ലി ഞാനതൊരു ആൻസർ നിങ്ങൾ എനിക്ക് പോസ്റ്റ് ചെയ്യുന്നു, അത് ഞാൻ വെറ്റ് ചെയ്തിട്ടായിരിക്കും ഡൗട്ട്സ് ചോദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. ഡൗട്ട്സ് നിങ്ങൾക്ക് മൈക്ക് യൂസ് ചെയ്ത് തന്നെ ചോദിക്കാം, പക്ഷേ ഞാൻ കുറച്ച് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ മെസ്സേജ് കണ്ടിട്ടായിരിക്കും അത് മിക്കവാറും വർക്കൗട്ട് ചെയ്യുക. സോ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങളൊന്ന് ഫ്രെയിം ചെയ്ത് ഷാർപ്പാക്കി കൊണ്ടുവരാം, നമുക്ക് അധികം സമയം കളയണ്ടല്ലോ. Can we do that? Okay. So നാളത്തെ ലിങ്ക് ഡിഫറെന്റ് ആയിരിക്കും. I'll share that. ഇന്ന് ആ മെയിലിൽ സംഭവം ഇഷ്യൂ വന്നതാണ്. Let's see how we can rectify that issue. All right. Have a good day. Good night.